ജനങ്ങൾക്ക് നമുക്ക് ജീവിക്കണം, അത്രയും നമ്മൾ പറയുന്നുള്ളൂ. നമുക്ക് ബോംബ് പൊട്ടി മരിക്കാൻ ആഗ്രഹമില്ല. ഇവിടെ എല്ലാവർക്കും അറിയാം, സത്യമായ കാര്യമാണ്. ആര് പറഞ്ഞോ അവരുടെ വീട് ബോംബെറിഞ്ഞ് നശിപ്പിക്കും, പിന്നെ ഞങ്ങൾ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല. കണ്ണൂരിലെ എരഞ്ഞോളിയിൽ വീട്ടുപരിസരത്ത് ബോംബ് പൊട്ടി വൃദ്ധൻ മരിച്ച സംഭവം വലിയ ചർച്ചകൾക്ക് വിമർശനങ്ങൾക്കൊക്കെ വഴിവെച്ചിരിക്കുകയാണ്. CPIMന്റെ ബോംബ് രാഷ്ട്രീയത്തിന്റെ ഇരയാണ് അവസാനം കൊല്ലപ്പെട്ട വൃദ്ധൻ എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. എന്നാൽ CPM അത് മുഖവിലക്കെടുക്കുന്നില്ല, ഏറ്റെടുക്കുന്നില്ല. മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞ മറുപടിയും അത് ഏതെങ്കിലും നിലയ്ക്ക് പാർട്ടി ബന്ധമുള്ളതാണ് എന്ന് അംഗീകരിക്കുന്നതല്ല. മറിച്ച് ബോംബ് സംസ്കാരത്തിന്റെ പ്രചാരകരായി കോൺഗ്രസുകാർ മാറിയ ചരിത്രത്തിലെ സംഭവങ്ങൾ കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയാണ്. അതിൻ്റെ ശ്രദ്ധേയമായ ഒരു സംഗതി ഉണ്ടായത്, ഈ ബോംബ് പൊട്ടി അപകടമുണ്ടായ തൊടിയുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു വനിത രംഗത്ത് വന്ന് CPMകാർ ബോംബുണ്ടാക്കുകയാണ്, അവർ തന്നെയാണ് എല്ലാം ഇത് കൈകാര്യം ചെയ്യുന്നത് എന്ന ആരോപണം ഉന്നയിച്ചതാണ്. അതേസമയം ഈ ആരോപണം ഉന്നയിച്ച വനിത കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ടയാളാണെന്നും CPMനോടുള്ള രാഷ്ട്രീയ വൈരമാണ് അവരെ കൊണ്ടത് പറയിക്കുന്നത് എന്നും CPM പ്രതികരിക്കുകയും ചെയ്യുന്നു. എന്തായാലും കണ്ണൂരിൽ നിന്ന് പൊട്ടുന്ന ബോംബുകളുടെ കഥ നാം ആവർത്തിച്ച് കേൾക്കുകയാണ്. അതിൽ ജീവൻ നഷ്ടപ്പെടുന്നവരുടെ, അംഗഭംഗം സംഭവിക്കുന്നവരുടെ കഥകൾ തുറന്നുകൊണ്ടേയിരിക്കുന്നു. ഈ കാലത്തും ബോംബുകൾ ആരുണ്ടാക്കുന്നു, ആരെ കൊല്ലാൻ? ബോംബ് രാഷ്ട്രീയം എന്നത് കണ്ണൂരിൽ ഇനിയും അവസാനിച്ചിട്ടില്ലാത്ത ഒന്നാണോ? ഏതു സമയവും പൊട്ടിത്തെറിക്കാവുന്ന സ്ഫോടനാത്മകമായ ഒരു സാഹചര്യത്തിന് നടുവിലാണോ ആ ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങൾ പലതും ഇപ്പോഴുള്ളത്? ആരാണ് അതിനുത്തരം പറയേണ്ടത്? അപകടങ്ങൾ ഈ നിലയ്ക്ക് ആവർത്തിച്ചിട്ടും ദുരന്തങ്ങൾ ആവർത്തിച്ചിട്ടും പോലീസ് ഒരു പ്രോപ്പർ ഇൻസ്പെക്ഷനൊന്നും നടത്താത്ത വിധം ദുർബലമാണോ അവിടുത്തെ പോലീസിംഗ് സംവിധാനം? ഈ വിഷയം സംസാരിക്കുന്നു നമ്മൾ. ഈ ചർച്ചയിൽ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ ഇടതു സഹയാത്രികൻ, നമ്മോടൊപ്പം ഡോക്ടർ ജിൻഡോ ജോൺ കോൺഗ്രസിൽ, സുഭാഷ് ബാബു റിട്ടയർഡ് SP. അപ്പം നേരത്തെ ഈ ആരോപണം ഉന്നയിച്ച രംഗത്ത് വന്ന സീനയെ നമ്മൾ ചർച്ചയിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ്. ആദ്യം അഡ്വക്കേറ്റ് ബൽദേവ്, ഈ ആരാണ് ഇത് പൊട്ടിച്ചതെന്നോ ആരുടെ ബോംബാണോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ആവർത്തിച്ച് കണ്ണൂരിൽ ബോംബുകൾ പൊട്ടുകയാണ്. മലബാറിൽ പലയിടത്ത് ബോംബ് പൊട്ടുന്നു, ഉണ്ടാക്കുന്നതിനിടെ പൊട്ടുന്ന കേസുകൾ വരുന്നു, കൂടുന്നു, ആളുകൾ കൊല്ലപ്പെടുന്നു. ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത് സർക്കാരിനോടായിരിക്കുമല്ലോ, എന്തുകൊണ്ട് ഇതൊരു ബോംബുകളുടെ നാടായി മാറുന്നു എന്നത്. അതിന് ഗവൺമെന്റിന് ഉത്തരമില്ലേ? ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നൊരു ചൊല്ല് നമ്മുടെ നാട്ടിലുണ്ട്, വർഷങ്ങളായിട്ടുള്ളതാണ്. കണ്ണൂരിലെ ബോംബ് സ്ഫോടനം ഇപ്പോഴെങ്കിലും തുടങ്ങിയതല്ല. കുറേ അധികം ഒരു 10, 30, 40 വർഷത്തിൽ കൂടുതലായിട്ട് കണ്ണൂരിൽ ബോംബ് സ്ഫോടനമുണ്ട്. അത് തന്നെത്താനെ പൊട്ടുന്നതുകൊണ്ട് പരസ്പരം എറിയുന്നതുമുണ്ട്. നിരവധി പേർക്ക് അവിടെ പരിക്ക് പറ്റിയിട്ടുണ്ട്. ബോംബ് തന്നെത്താനെ പൊട്ടി. അതിൻ്റെ കണക്കുകളിലേക്ക് നമുക്ക് പിന്നീട് വരാം. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഒരു കാര്യം നമുക്കറിയാം, ഒരു കാരണവശാലും ജനങ്ങളുടെ സ്വൈര ജീവിതത്തിനെ ഹരിക്കത്തക്ക രീതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു നിലപാടെടുക്കാൻ പാടില്ല. കണ്ണൂരിൽ വളരെ കൂടുതൽ സംഘർഷങ്ങൾ നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് CPMും BJPയും തമ്മിലോ RSSും തമ്മിലായിരുന്നു കൂടുതൽ സംഘടനകൾ. അല്ലാതെയും അവിടെ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പണ്ട് നക്സൽ രാഷ്ട്രീയത്തിന് അവിടെ കൂടുതൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം മാറി പുതിയൊരു നവകേരളം വന്നു നിൽക്കുകയാണ്. പക്ഷേ ഇപ്പോഴും വളരെ കൂടുതലായിട്ട് ബോംബ് സ്ഫോടനങ്ങൾ ഈ അടുത്ത സമയത്ത് തന്നെ നടന്നിട്ടുണ്ട്. നമുക്കറിയാം 2023 ഡിസംബർ മാസം 24-ാം തീയതി ഇതിന് തൊട്ട് മുമ്പ് 2 പേർക്ക് പരിക്ക് പറ്റി ഇതുപോലെ ഒരു സ്ഫോടനം നടന്നിട്ടുണ്ട്. നിരവധി സ്ഫോടനങ്ങൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. അത് ആളില്ലാത്ത ആയിരുന്നു ഇതെല്ലാം. ആര് നിർമ്മിച്ചു, ആർക്ക് വേണ്ടി നിർമ്മിച്ചു, ആരെ കൊല്ലാൻ നിർമ്മിച്ചു എന്നൊന്നും അറിയില്ല. പലപ്പോഴും ഈ പരിക്ക് പറ്റിയിട്ടുള്ളത് കേരളക്കാർക്ക് മാത്രമല്ല, മറ്റ് മധ്യപ്രദേശിലൊരു അവിടെ ജോലി ചെയ്യാൻ വന്ന ഒരാൾക്ക് പറ്റിയിട്ടുണ്ട്, കന്യാകുമാരിയിൽ നിന്ന് ആൾക്കാർക്ക് പറ്റിയിട്ടുണ്ട്, ആസാം സ്വദേശികൾക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് വന്നവർക്ക് കണ്ണൂർക്കാരെക്കാൾ കൂടുതലായിട്ട് ഇങ്ങനെയുണ്ടായ ഈ പാത്ര ബോംബുകളും മറ്റു ബോംബുകളൊക്കെ പൊട്ടി അവരെ നാക്കറി പറക്കാനൊക്കെ ചെല്ലുന്നു. അങ്ങനെ നിരവധി സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഇത് നമുക്ക് പൊറിപ്പിക്കാൻ പറ്റുന്നതല്ല. പക്ഷേ അത് ബോംബ് പൊട്ടിയപ്പോൾ അത് തീർത്തും അത് CPM തന്നെയാണ് അത് ചെയ്തത്. അത് കോൺഗ്രസ്സുകാർക്കെതിരെ ഉപയോഗിക്കാനാണ് ചെയ്തത്, അതല്ലെങ്കിൽ BJPക്കാർക്കെതിരെ ഉപയോഗിക്കാനാണ് ചെയ്തത് എന്ന് ആ മുൻവിധിയോടുകൂടിയുള്ള ഒരു തീരുമാനം, അല്ലെങ്കിൽ അകത്തേക്ക് നമുക്ക് വരാം. അതിന് മുമ്പ് എൻ്റെ ചോദ്യം, ബൽദേവ്, നിരന്തരമായി ബോംബുകൾ പൊട്ടുന്ന, ആ ബോംബ് സ്ഫോടനത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്ന, ഗുരുതരമായ അപകടങ്ങൾ നിരന്തരമായി സംഭവിക്കുന്ന, അക്രമങ്ങൾ നിരന്തരമായി സംഭവിക്കുന്ന ഒരു നാടായി ഈ നാട് മാറിയതിനെ കുറിച്ചുള്ള ഉത്തരം പറയേണ്ടത് ആരാണ്? തീർച്ചയായിട്ടും ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾക്ക് ഇങ്ങനെയുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ഉത്തരം പറയുന്ന ആര് ഭരിച്ചാലും
അത് കോൺഗ്രസ് ഭരിച്ചാലും LDF ഭരിച്ചാലും ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായാലും അതിന് ബോംബ് സ്ഫോടനമല്ല, നാട്ടിലുണ്ടാകുന്ന എല്ലാ അക്രമങ്ങളും, ഏത് രീതിയിലുള്ള അക്രമങ്ങളുണ്ടായാലും ക്രമസമാധാനം എപ്പോൾ തകരുന്നു അതിന് ഉത്തരം പറയേണ്ടത് ഭരിക്കുന്ന ഗവൺമെൻറ് തന്നെയാണ്. അതിനകത്തും തർക്കമൊന്നുമില്ല. അവർക്ക് കൈ കഴുകി അതിനകത്ത് മാറാനും പറ്റില്ല. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ എവിടേക്കാണ് ഇതിൻ്റെ ഉൽപ്പത്തി, എവിടേക്കാണ് തുടങ്ങിയത്, അത് തീർച്ചയായിട്ടും കണ്ടുപിടിച്ച് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള ബാധ്യത ഭരിക്കുന്ന ഗവൺമെൻറ്റിനുണ്ട്. കൈ കഴുകി മാറാൻ പറ്റില്ല. അതുകൊണ്ട് നല്ല രീതിയിലൊരു അന്വേഷണം നടത്തി ആരാണ് ഇതിൻ്റെ പിന്നിൽ, ഈ ബോംബ് നിർമ്മിച്ചത് ആരാണ്, ആർക്ക് വേണ്ടിയാണ് നിർമ്മിച്ചത്, എന്തായിരുന്നു നിർമ്മിച്ചവരുടെ ഉദ്ദേശം, ഇതെല്ലാം കണ്ടുപിടിക്കേണ്ടത് ഭരണകക്ഷി തന്നെയാണ്, അല്ലെങ്കിൽ ഹോം ഡിപ്പാർട്ട്മെൻറ്റാണ്. അത് തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നത് ഇതിനു മുമ്പും സി ബലദേവ് ഇത്തരം സംഭവങ്ങൾ നിരവധിയായി ആവർത്തിക്കുകയാണ്. അപ്പോൾ കണ്ണൂരിൽ ബോംബ് ഉണ്ടാക്കുന്ന പണി നടക്കുന്നുണ്ടോ? അത് ആരൊക്കെ എവിടെയൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു? എവിടെ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ഇതിനൊക്കെ കിട്ടുന്നു? ആരാണ് ഇതിന്റെ മുഖ്യ ആളുകൾ? ഇതിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്ന നിരവധി സംഭവങ്ങൾ ഈ സമീപ ദിവസങ്ങളിലും മാസങ്ങളിലും ഉണ്ടായിട്ടും പോലീസിനൊരു പ്ലാൻ ഇല്ല. പോലീസിന് അവിടെ ഇതിനെ ബോംബ് വിമുക്ത ജില്ലയാക്കണമെന്ന ഒരു പരിപാടിയില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ശരിയാണ്. 2019 ഏപ്രിൽ മാസം 3-ാം തീയതി മട്ടന്നൂരിൽ ബോംബ് പൊട്ടി. അവിടെ ബിജിത്ത് എന്ന് പറയുന്ന ഒരു പയ്യന്റെ കണ്ണുപോയിരുന്നു. 2023 ഡിസംബർ 24 ബോംബ് പൊട്ടി, 2 പേർക്ക് പരിക്ക് പറ്റിയിരുന്നു. പക്ഷെ ഇതൊന്നും ആരും ആരുടെ നേർക്ക് എറിഞ്ഞ ബോംബുകളല്ല. ആരോ ഉണ്ടാക്കി വെച്ചിരുന്ന ബോംബ് അബദ്ധത്തിൽ പൊട്ടി മറ്റു നിരപരാധികൾക്ക് പരിക്കേറ്റു. ഉദാഹരണം പറയുമ്പോൾ തൊട്ട് മുമ്പ് ബോംബ് ഉണ്ടാക്കുന്നതിനിടെ സ്ഫോടനം ഉണ്ടായ ഒരാൾ മരിച്ച കഥ പറയണം, പരിക്കേറ്റ ആളുടെ കാര്യം പറയണം, പിടിക്കപ്പെട്ട DYFI CPM-കാരെ കുറിച്ച് പറയണം. തീർച്ചയായിട്ടും ഉണ്ട്. അത് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ, അതിനകത്ത് തീർച്ചയായിട്ടും അതിനകത്ത് തർക്കമൊന്നുമില്ല. പക്ഷേ ആര് തന്നെ ചെയ്താലും അവിടെ ഒരു ഭാഗം മാത്രമല്ല, ഞാൻ അതിൻ്റെ കണക്കുകൾ അടുത്ത ഘടകത്തിലേക്ക് വരാം. അവിടെ 2 ഭാഗത്തു നിന്നും ബോംബുകൾ ഉണ്ടാക്കി, 3 ഭാഗത്ത് കോൺഗ്രസിൻ്റെതുണ്ട്, BJP-യുടേതുണ്ട്, CPM-ൻ്റെതുണ്ട്. അപ്പം പരസ്പരം ഉപദ്രവിക്കുന്നതിന് വേണ്ടിയോ ആക്രമിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ സ്വയം പ്രതിരോധത്തിന് വേണ്ടിയോ അവിടെ ബോംബുകൾ പല രാഷ്ട്രീയ പാർട്ടികളും നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതില്ലാതാകണം. കണ്ണൂരിൽ കേരളത്തിലെ മറ്റ് ജില്ലകളെ പോലെ തന്നെ തീർച്ചയായിട്ടും പരിപൂർണമായിട്ട് സമാധാനപരമായ ഒരു അന്തരീക്ഷം കൊണ്ടുവരിക എന്നുള്ളത് ഒരു ഭരിക്കുന്ന പാർട്ടിക്ക് മാത്രമല്ല പ്രതിപക്ഷ പാർട്ടികൾക്കും അതിനകത്ത് പങ്കുണ്ട്. ഭരിക്കുന്ന പാർട്ടിക്ക് ഉത്തരവാദിത്തം ആ പാർട്ടി. ഞാനിപ്പോൾ താങ്കൾ ഒരു ഇടതുപക്ഷ സഹയാത്രികനായതുകൊണ്ട് ചോദിക്കുകയാണ്, മറ്റുള്ളവരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് നമുക്ക് അപ്പുറത്ത് ചോദിക്കാം. ഭരിക്കുന്ന പാർട്ടി ആ ഉത്തരവാദിത്തം എന്തുമാത്രം നിറവേറ്റുന്നുണ്ട്? ഈ സമീപ ദിവസങ്ങളിൽ പൊട്ടിയ ബോംബുകളും കൊല്ലപ്പെട്ട ആളുകളും പിടിക്കപ്പെട്ട ആളുകളും ഒക്കെ ഭരിക്കുന്ന പാർട്ടി ആളുകളാണെന്നിരിക്കെ എന്ത് റെസ്പോൺസിബിലിറ്റി ഭരിക്കുന്ന പാർട്ടി കാണിക്കുന്നുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്? അല്ല, തീർച്ചയായിട്ടും ഭരണകക്ഷിക്ക് ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, ഹോം ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നവരാണ് ആഭ്യന്തര കാര്യങ്ങൾ പരിപൂർണമായിട്ട് പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം നൽകേണ്ടത്. അല്ല, അതാണ് സംഭവിച്ചത്. എന്റെ ചോദ്യം, ഒരു പാർട്ടി, ഒരു കക്ഷി എന്ന നിലയ്ക്ക് ഒരു പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ, ആ ഉത്തരവാദിത്തത്തിൽ CPM എന്ന ഉത്തരവാദിത്തം കാണിക്കുന്നുണ്ടെന്നാണ് ചോദിക്കുന്നത്. അത് തന്നെ CPM എന്ന് പറയുമ്പോൾ CPM-നേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തം അത് CPM തന്നെയാണ് കേരളം ഭരിക്കുന്നതും ഹോം ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നതും. തീർച്ചയായിട്ടും ഇങ്ങനെ ഉണ്ടാകുന്ന അക്രമ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും അനിഷ്ടകരമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തുടർന്നുണ്ടാകാതിരിക്കാനും ഇന്നലെ എങ്ങനെ ഉണ്ടായി എന്ന് നോക്കാനുമുള്ള ഉത്തരവാദിത്തം ഭരണകക്ഷി എന്നുള്ളതിൽ അവർക്ക് അധിക ഉത്തരവാദിത്തം ഉണ്ടെന്നുള്ളത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ. ഒരു കക്ഷി, ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ഉത്തരവാദിത്തോടെ പൊതുജന മധ്യത്തിൽ പ്രവർത്തിക്കേണ്ട ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ബോംബ് ഞങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. അത് CPM-ന് വിചാരിക്കണം ഞങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, കോൺഗ്രസ്സുകാർ വിചാരിക്കണം ഞങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, RSS-കാർ ഞങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന് വിചാരിക്കണമല്ലോ. അതിൽ CPM എത്ര വിചാരിക്കുന്നുണ്ട് ഒരു പാർട്ടി എന്ന നിലയ്ക്ക് എന്നാണ് ഞാൻ ചോദിക്കുന്നത്, ഭരണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും? അവിടുത്തെ ഒരു രാഷ്ട്രീയം നമുക്കറിയാമല്ലോ. അവിടെ ഈ മൂന്ന് മുന്നണി, അവിടെ കേരളത്തിലുള്ളത് 3 മുന്നണിയാണ്. ഈ 3 മുന്നണിയും പ്രധാനപ്പെട്ട 3 പാർട്ടി കോൺഗ്രസും CPM-ഉം BJP അല്ലെങ്കിൽ RSS, ഇവർ 3 പേരും അവിടെ സ്വയം പ്രതിരോധത്തിന് വേണ്ടിയോ ആക്രമിക്കുന്നതിന് വേണ്ടിയോ, പലരും പറയുന്നത് എന്താ, ഞങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചടിക്കാൻ വേണ്ടി അവർ ആയുധം കൈ വെക്കുന്നു. നമ്മൾ എവിടെയെങ്കിലും നടന്നു പോകുമ്പോൾ ഒരു വടി കൈവെക്കുന്നത് കാണുന്ന എല്ലാത്തിനും ഉപദ്രവിക്കാനോ കാണുന്ന പട്ടികളെല്ലാം അടിക്കാനോ അല്ല, നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നൊരു പട്ടി അടിക്കാൻ വേണ്ടി നമ്മൾ കയ്യിലൊരു വടി വെക്കും. ആ രീതിയിൽ വടി കൊണ്ട് നടക്കുന്നുണ്ട്. അവര് നമുക്ക് തെറ്റു പറയാൻ തീർച്ചയായിട്ടും കണ്ണൂരിൽ എപ്പോഴും സംഘർഷം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആ സംഘർഷത്തെ പ്രതിരോധിക്കാൻ വേണ്ടി
മറ്റ് രാഷ്ട്രീയ പാർട്ടികളും അതിനൊരു മുൻകരുതൽ എടുക്കും. അല്ല, ബോംബ് വെച്ച് പ്രതിരോധം എന്ന വാക്കും ബോംബും തമ്മിൽ എങ്ങനെയാ ചേരുക എനിക്കറിയില്ല. ഒന്നാമത്തെ കാര്യം ബോംബ് അല്ല, അതെങ്ങനെ താങ്കൾ ആ ഒരു വാദമുഖം താങ്കൾ എടുക്കുന്നത് എങ്ങനെയാണ് ശരിയാവുക? അത് നമ്മൾ പിന്തുണയ്ക്കാൻ പാടില്ലാത്ത വാദമുഖമാണല്ലോ. ബോംബ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ത് കാര്യത്തിന്റെ പേരിലായാലും, അതല്ലേ നമ്മൾ തീർച്ചയായിട്ടുമാണ്. ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ, ഒരു കാരണവശാലും ബോംബല്ല ഒരു ആയുധങ്ങളും മറ്റാൾക്കെതിരെ ഉപയോഗിക്കാൻ പാടില്ല എന്ന നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. ഒരിക്കലും അക്രമം ഒന്നിനൊരു പരിഹാരമാകുന്നില്ല. താൽക്കാലികമായിട്ടൊരു വിജയം ഉണ്ടാവുമെങ്കിലും അതൊരിക്കലും ശാശ്വതമായ വിജയം ഒരു പ്രസ്ഥാനത്തിനും ഒരു വ്യക്തിക്ക് നൽകില്ല. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഒരുപക്ഷെ ഒരു അല്പസമയത്തേക്ക് എതിരാളിയുടെ നേരെ നമുക്കൊരു വിജയം ഉണ്ടായി എന്ന് മനസ്സിലൊന്ന് ആശ്വസിക്കാന്നുള്ളതല്ലാതെ അത് ആത്യന്തികമായിട്ട് ആര് ആയുധം കൈയാളുന്നോ ചരിത്രമെല്ലാം കാണിക്കുന്നത് അവർക്കെല്ലാം പരാജയമുണ്ടായിട്ടുണ്ട്. അത് ഏത് രാഷ്ട്രീയമായാലും, കോൺഗ്രസ് ആയാലും CPM ആയാലും BJP ആയാലും, ആയുധ രാഷ്ട്രീയത്തിനും അക്രമ രാഷ്ട്രീയത്തിനും ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അവർക്ക് നിലനിൽക്കാൻ പറ്റില്ല. കാരണം എല്ലാ ജനതയും വളരെ കൂടുതൽ പ്രബുദ്ധരാണ്. അതിലുപരി നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങൾ ഒളിച്ചിരിക്കുന്ന എല്ലാം ഒപ്പിയെടുക്കാൻ കഴിവുള്ള ഇഷ്ടം പോലെ മാധ്യമങ്ങൾ ഈ ഇൻസിഡന്റിൽ CPM-കാർ പൊട്ടിച്ചതാണിത് എന്ന് അയൽവാസിയായ ഒരു യുവതി ധൈര്യപൂർവ്വം മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒന്ന് പറയുന്നുണ്ടല്ലോ. അല്ല, അത് ഇതിനകത്ത് യാതൊരു ബന്ധവുമില്ല. കാര്യം തീർച്ചയായിട്ടും ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയപരമായി വൈരാഗ്യമുള്ളവർ അത് വൈരാഗ്യം തീർക്കാനോ അല്ലെങ്കിൽ അതൊരു പ്രതിരോധത്തിലുള്ള ഭാഗമായിട്ട് ഉപയോഗിക്കും. അതൊരിക്കലും ആ സ്ത്രീ പറഞ്ഞ് നമുക്കതിനകത്ത് മുകളിലേക്ക് എടുക്കാൻ പറ്റില്ല. അവർക്ക് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോട് തീർച്ചയായിട്ടും വൈരമുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞത്. യാതൊരു തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല, അവരൊരു ഊഹോപം അതിൻ്റെ രീതിയിൽ മാത്രമാണ് അവരങ്ങനെ പറഞ്ഞത്. അതിന് നമുക്കൊരിക്കലും അവർ പറഞ്ഞത് ശരിയാണെന്ന് നമുക്ക് ഈ ഇരിക്കുന്ന ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റൂ? നമുക്ക് വെറുതെ രാഷ്ട്രീയപരമായിട്ടുള്ള വിരോധത്തിന്റെ പേരിൽ അവരെങ്ങനെ പറഞ്ഞു എന്നൊരു ഊഹോപകത്തിലെത്താനേ പറ്റൂ. യാതൊരു തർക്കവുമില്ല. തീർച്ചയായിട്ടും കണ്ണൂർ പ്രത്യേക രാഷ്ട്രീയ സ്ഥിതി നമുക്കറിയാമല്ലോ. അവിടെ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എല്ലാവർക്കും വ്യക്തമായ രാഷ്ട്രീയമുണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രതിയോഗികളുമുണ്ട്. അപ്പോൾ പ്രതിയോഗികളെ എങ്ങനെയും ഇല്ലാതാക്കുക എന്നുള്ളത് കണ്ണൂർക്കാരുടെ മൊത്തത്തിൽ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു സംസ്കാരമാണ്. അതിന് സംസ്കാരവും നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ ഒരു തെറ്റായ ഒരു കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിൻ്റെ ഫലമായിട്ട് അവർ ആദ്യ രീതി പ്രയോഗിക്കും. ഇന്നലെ KPC പ്രസിഡന്റ് എന്താ പറഞ്ഞത്? ഇതറിഞ്ഞപ്പോൾ എന്താ മരിച്ചത് വൃദ്ധനല്ലേ? പിന്നീട് അദ്ദേഹം ക്ലാരിഫിക്കേഷനുമായിട്ട് വന്നു. വൃദ്ധൻ എന്താ മരണത്തിന് വിട്ടുകൊടുക്കാവൂ? വൃദ്ധനായാലും നവജാത ശിശുവായാലും എല്ലാവരുടെയും ജീവിതം തുല്യമാണ്. അപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവും ഒരു MP കൂടിയാണെന്ന് പറഞ്ഞെന്ന് ഓർക്കണം. അപ്പോൾ അവരുടെയൊക്കെ രക്തത്തിൽ, കണ്ണൂർക്കാരുടെ എല്ലാ രക്തത്തിൽ എന്ത് കണ്ടാലും അത് രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെയുള്ള ഒരായുധമായി രാഷ്ട്രീയ പ്രതിയോഗിയാണ് CPM. അവർ കോൺഗ്രസോ ലീഗോ RSSോ മറ്റോ എന്തോ ആണെന്നാണ് താങ്കൾ പറയുന്നത്. അല്ല, ആകണമെന്നില്ല, അങ്ങനെ ആകണമെന്നില്ല. രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് വ്യക്തമായ രാഷ്ട്രീയം വേണമെന്നില്ല. എനിക്കിപ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ വിരോധം ഉണ്ടാകുന്നതിന് എനിക്ക് വ്യക്തമായ രാഷ്ട്രീയം വേണമെന്നില്ല. എൻ്റെ കാഴ്ചപ്പാടുകളാണ്. എൻ്റെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് അല്ലെങ്കിൽ ഞാൻ സമൂഹത്തെ മറ്റ് പ്രസ്ഥാനങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു അതിന് വിരുദ്ധമായി നിൽക്കുന്നവരോട് എനിക്ക് വിരോധം ഉണ്ടാകും. അതാണ് വൈരുദ്ധ്യം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ആ വൈരുദ്ധ്യത്തിലൂടെ ഉണ്ടാകുന്ന വിരോധം എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായൊരു വിരോധമാകണമെന്നില്ല, അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വികാരം മാത്രമാണ്. അപ്പോൾ അതായിരിക്കണം. ഇതിപ്പോ ബോംബ് പൊട്ടി ഒരാൾ കൊല്ലപ്പെട്ടു, നിർഭാഗ്യകരമായ സംഭവമാണ്. പക്ഷേ അത് CPM-ന്റെ തലയിൽ ചാരാൻ സമയമായോ? നിങ്ങൾ വല്ലാതെ തിടുക്കം കാണിക്കുകയാണ്. പിന്നെ ഒരു യുവതി ഇപ്പോൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടത് CPM-മാരാണ് ഇത് മുഴുവൻ നടത്തുന്നത് എന്ന് പറഞ്ഞു. അവരെ ഒരു ആരോപണം മാത്രമാണ്, മുഖവിലേക്ക് എടുക്കാൻ നമ്മുടെ മുമ്പിൽ തെളിവൊന്നുമില്ല. അവർക്കാണെങ്കിൽ കോൺഗ്രസ് പശ്ചാത്തലം ഉണ്ടെന്ന് CPM ആരോപണം ഉന്നയിക്കുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ശരിയാണ്, ഇതിന് മുമ്പുള്ള എപ്പിസോഡുകൾ പലതും എടുത്താൽ CPM-ന്റെ പങ്കാളിത്തമുള്ളതും CPM-മാർ കൊല്ലപ്പെട്ടതും CPM-മാർ പ്രതികളാക്കപ്പെട്ടതുമായിട്ടുള്ള ഒരുപാട് സംഗതികളുണ്ട്. ഇത് CPM-ന്റെ ഏർപ്പാടാണ് എന്ന് പറയാൻ സമയമായോ? അല്ല നിഷാദേ, നമ്മളതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് മീഡിയ വൺ തന്നെ സംപ്രേഷണം ചെയ്ത ആ യുവതിയുടെ ബൈറ്റ് ഞാൻ കണ്ടിരുന്നു. അതിനുശേഷം നിങ്ങളുടെ റിപ്പോർട്ടർ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. മാധ്യമങ്ങളുടെ മുമ്പിൽ പെട്ടെന്ന് യാദൃശ്ചികമായിട്ട് ആ യുവതി അവരുടെ ആത്മരോഷം പ്രകടിപ്പിക്കുകയും അതിനുശേഷം നിങ്ങൾ ചാനലുകൾ ഒന്നും അത് എയർ ചെയ്യാതിരിക്കുകയും, കാരണം അവിടുത്തെ കണ്ണൂരിലെ രാഷ്ട്രീയ സാഹചര്യം അറിയാമല്ലോ. പ്രതിഷേധിക്കുന്നവരോ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം പറയുന്നവരെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യും, ഏത് രീതിയിലാണ് അത് കൈകാര്യം ചെയ്യുന്ന CPM-ന്റെ ശൈലി എന്നൊക്കെ കൃത്യമായിട്ട് അറിയാം.
എന്തിന് കേരളത്തിലെമ്പാടും പ്രതിഷേധ സൂചകമായിട്ട് മുദ്രാവാക്യം വിളിച്ച ചെറുപ്പക്കാരെ തലയടിച്ചു പൊട്ടിക്കുന്നതിന് ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൂടി ഭരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ആ പെൺകുട്ടിയുടെ ആ യുവതിയുടെ വീട്ടുകാർക്ക് നേരെ എത്തരത്തിലായിരിക്കും മറ്റ് രാഷ്ട്രീയ വിരോധം തീർക്കുക എന്നുള്ള സംശയം ഉള്ളതുകൊണ്ടാണ് എയർ ചെയ്യാതിരുന്നത്. വീണ്ടും ആ വീട്ടുകാരുമായിട്ട് സംവദിച്ച് അവരുമായിട്ട് സംസാരിച്ച് അവരുടെ ഭാഗത്തു നിന്നുള്ള ഉറപ്പ് കിട്ടിയതിന് ശേഷം മാത്രമാണ് വാർത്ത കൊടുത്തതെന്ന് ഞാൻ കേട്ടത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ്, ആ യുവതി അവർ 1996 മുതൽ അവിടെ ജീവിക്കുകയും താമസിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അവരുടെ 15 വർഷം മുമ്പ് കൊടുത്ത വാടക വീട്ടിൽ വാടകക്കാർ ഒഴിഞ്ഞു പോകുന്നതിന് സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? അപ്പോൾ അവർക്ക് രാഷ്ട്രീയ വിരോധമാണെന്ന് പറഞ്ഞാൽ നാളിതുവരെ അവരിതൊന്നും പറഞ്ഞിട്ടില്ല. പേടിച്ചിട്ടോ അല്ലാതെ പല രീതിയിലും സഹിക്കാൻ പറ്റാതെയാകുമ്പോൾ ആളുകൾ അഭിപ്രായം പറയുമ്പോൾ അത് രാഷ്ട്രീയ വിരോധമാണെന്ന് പറയുന്നത് എന്ത് ബേസിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. രണ്ടാമത്തത്, ഇവിടെ ബൽദേവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ അദ്ദേഹത്തെ CPM പ്രതിനിധി ഈ ചർച്ചയിൽ ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ഈ സ്റ്റാൻഡ് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ പ്രതിരോധത്തിന്റെ കവചമായിട്ടാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരും പാർട്ടി പ്രവർത്തകരൊക്കെ ബോംബ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രാജ്യത്തെ നിയമ സംവിധാനത്തെ പച്ചയ്ക്ക് വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. ഞാൻ മനസ്സിലാക്കുന്ന ബൽദേവ് ഒരു അഡ്വക്കേറ്റ് ആണെന്നാണ്. അദ്ദേഹം പറയുകയാണ് പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് ബോംബ്, അതായത് പട്ടിയെ തല്ലാൻ വേണ്ടിയിട്ട് വടി കൈ പിടിക്കുന്നത് പോലെ ബോംബ് ഉപയോഗിക്കുന്നു എന്ന് കണ്ടാൽ മതി എന്ന് ലഘൂകരിച്ച് പറയുന്നത് അത്ര നല്ലൊരു നല്ലൊരു നിരീക്ഷണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു കാര്യം, ഇവിടെ CPMന് 2 തരത്തിലുള്ള ഉത്തരവാദിത്വമുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ പിടിക്കപ്പെടുന്നത്, ഒന്നുകിൽ ബോംബ് ഉണ്ടാക്കുന്നതിനിൽ മരണപ്പെടുന്നത് അല്ലെങ്കിൽ ബോംബ് ഉണ്ടാക്കിയതിൻ്റെ ഇടയ്ക്ക് പിടിക്കപ്പെടുന്നത് ഒക്കെ CPMുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഈ അടുത്ത കാലത്തൊക്കെ വരുന്നത്. അപ്പോൾ CPM ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക്, ഈ പരിഷ്കൃത സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവരുടെ ഉത്തരവാദിത്തമുണ്ട്. അവരുടെ ഇത്തരം ആളുകളെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്തം അവർ പാലിക്കുന്നില്ല എന്ന് മാത്രമല്ല, കൃത്യമായിട്ട് എൻഡോഴ്സ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന നിലപാടാണ് കണ്ണൂരിലെ ഉന്നതരായിട്ടുള്ള CPM നേതാക്കൾ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, നിങ്ങൾ സംസാരിച്ചതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിന്റെ വലിയ വീഴ്ച. ഇവിടെ അടുത്ത ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് പാനൂര് ബോംബ് സ്ഫോടനം ഉണ്ടാകുകയും CPMന്റെ പ്രവർത്തകരും സഹപ്രവർത്തകരും ഒക്കെ മരണപ്പെടുകയും പ്രാദേശിക പ്രവർത്തകർ അറസ്റ്റിലാകുകയും പിന്നെ ആശുപത്രിയിലാകുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടത്. CPM അതിനെ തള്ളിപ്പറഞ്ഞു. 2015 ഇതുപോലെ ബോംബ് നിർമ്മാണത്തിൽ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട ആളുകളെ തള്ളിപ്പറഞ്ഞു. പിന്നീട് അവർക്ക് രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കുന്നു, അതിന്റെ ഉദ്ഘാടനമൊക്കെ നടക്കുന്നത് നമ്മൾ കണ്ടു. അപ്പൊ ഇത് കാലാകാലങ്ങളായിട്ട് ഇവർ തുടർന്നു വരുന്ന ഒരു ആചാര പരിപാടിയാണ്. അപ്പോൾ ഇവിടെ CPM ഇതൊക്കെ ചെയ്യുമ്പോൾ, പാർട്ടി അതൊക്കെ ചെയ്യുമ്പോൾ, പാർട്ടി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് അതിന് പിന്തുണ കൊടുക്കുക. ഈ പാനൂര് ഈ അവസാനം നടന്ന ബോംബ് സ്ഫോടനത്തിന്റെ ഭാഗമായിട്ട് ബോംബ് നിർമ്മാണത്തിലുള്ള എക്സ്പ്ലോസീവ്സ് എവിടെ നിന്ന് കിട്ടി പ്രതികൾക്ക്, അതിനെക്കുറിച്ച് അന്വേഷണം നടന്നോ? എങ്ങനെ അവരുടെ കയ്യിൽ എത്തപ്പെട്ടു, അതിനെക്കുറിച്ച് അന്വേഷണം നടന്നോ? ഇവിടുത്തെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ പോലീസും മറ്റ് ഇന്റലിജൻസ് സംവിധാനങ്ങളൊക്കെ പൂർണ്ണ പരാജയം ആയതുകൊണ്ടല്ലേ ഇവിടെ പ്രാദേശികമായിട്ട് ഗ്രാമപ്രദേശങ്ങളിൽ പോലും എക്സ്പ്ലോസീവ്സ് എത്തിച്ച് ഇവർക്ക് നിർബാധം ബോംബ് നിർമ്മാണം നടത്താനും രാഷ്ട്രീയ പ്രയോഗികൾക്കെതിരെ ഉപയോഗിക്കാനും, അത് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ കണ്ട പറമ്പിലൊക്കെ കൊണ്ടുപോയി സൂക്ഷിക്കാനും ഏതെങ്കിലും പാവപ്പെട്ടവരും സാധാരണ മനുഷ്യരും അവരറിയാതെ മരണപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിന്റെ ഉത്തരവാദിത്വം CPMന് തന്നെയാണ്. ഭരിക്കുന്ന പാർട്ടി എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ബോംബേറ് കൊലപാതകങ്ങളുടെ ഒക്കെ ഒരു പക്ഷത്ത് മറുപക്ഷത്ത് വരുന്നവരുടെ എണ്ണം നോക്കാതെ ഒരു പക്ഷത്ത് എല്ലാ കാലത്തും CPM ഉണ്ടായിരുന്നു എന്നുള്ള നിലയ്ക്ക്, മരണപ്പെട്ടവരോ അല്ലെങ്കിൽ കൊല്ലാൻ പോയ ആളുകളിലോ ഒരു പക്ഷത്ത് CPM ഉണ്ടായിരുന്നു എന്നുള്ള നിലയ്ക്ക് ഏറ്റവും വലിയ രാഷ്ട്രീയ ഉത്തരവാദിത്വം CPMന് തന്നെയാണ്. അക്കാര്യത്തിൽ അവർക്ക് പിന്മാറാൻ സാധിക്കുകയില്ല. ശരി, CPMന് അക്കാര്യത്തിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. കാരണം സമീപകാലത്തുണ്ടായ സംഭവങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്തത്തിൽ CPMനെ കാണാം എന്നതുകൊണ്ടാണ്. റിട്ടയർഡ് SP ശ്രീ സുഭാഷ് ബാബു കൂടി നമ്മോടൊപ്പം. ശ്രീ സുഭാഷ് ബാബു, എത്രയോ കാലമായി ബോംബുകൾ പൊട്ടുമ്പോൾ അല്ലെങ്കിൽ നിരന്തരമായി ഇത്തരം അക്രമ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പോലീസിൻ്റെ എഫിഷ്യൻസിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാറുണ്ട്. കണ്ണൂർ അങ്ങനെയാണ്. അവിടെ ബോംബ് ഉണ്ടാക്കും, ഇടയ്ക്കത് പൊട്ടും, വീണ്ടും ഉണ്ടാക്കും. അതിനകത്ത് നമുക്ക് കൂടുതലൊന്നും ചെയ്യാനില്ല എന്നതാണോ എല്ലാ കാലത്തും കേരള പോലീസിൻ്റെ ഒരു സമീപനം? അല്ല, കാരണം പോലീസ് മുമ്പ് കാലാകാലങ്ങളിൽ ഇതേമാതിരി പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുള്ള അവസരത്തിലും അതുപോലെ തന്നെ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന അവസരത്തിലും ഈ ബോംബ് നിർമ്മാണവും അതുപോലെ ശേഖരവും സംബന്ധിച്ചിട്ട് റെയ്ഡുകൾ നടത്താറുണ്ട്. നമുക്കൊക്കെ അറിയാം, വ്യാപകമായിട്ട് നമ്മുടെ സ്നിഫർ ഡോഗ്സിനെ, അതായത് ഈ എക്സ്പ്ലോസീവ്സ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന നായയുടെ സഹായത്തോടു കൂടി വളരെ വ്യാപകം, അതുപോലെ അതിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയ ഉപകരണങ്ങളൊക്കെ ഇപ്പോൾ പോലീസിൻ്റെ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് വ്യാപകമായിട്ട് ഇതേമാതിരിയുള്ള സംശയമായിട്ടുള്ള സാഹചര്യങ്ങൾ മുഴുവൻ സംഘർഷം
സാധ്യതയുള്ളതും സംഘർഷം മുമ്പുണ്ടായതുമായ സ്ഥലങ്ങളിൽ നിർബന്ധമായിട്ടും ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥിര പ്രവണത ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇത് ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പം വീണ്ടും ബോംബ് സ്ഫോടനം ഉണ്ടായി. ഇപ്പോൾ നമ്മൾ 4-ാം മാസം സ്ഫോടനം ഉണ്ടായി, ആളുകൾ മരിച്ചു, കുറേയധികം ആളുകളെ അറസ്റ്റ് ചെയ്തു. അതിനു മുമ്പും ഇതേമാതിരി ഉണ്ടായി, അന്യ സംസ്ഥാന തൊഴിലാളി മരിച്ചു. അതിനു മുമ്പും 2015 പിന്നെ അതുകൊണ്ട് പുല്ലിയാട്ട് പല സ്ഥലങ്ങളിലും നിരന്തരമായിട്ട് ഇങ്ങനെ ബോംബ് നിർമ്മാണ സമയത്ത് തന്നെ ഇതുണ്ടാവും, അതുപോലെ തന്നെ ശേഖരിക്കുന്ന സമയത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ ബോംബ് എന്ന് പറഞ്ഞ സാധനം ഇത് വിൽക്കാനൊന്നും പറ്റില്ലല്ലോ, അത് ഉണ്ടാക്കുന്ന ആളുകൾ തന്നെ ഉപയോഗിക്കുക ചെയ്യണം. ഇപ്പോൾ അത് കൊടുക്കണമെങ്കിൽ വേറെ ഏതെങ്കിലും സംഘർഷം ഉണ്ടാക്കാൻ സാധ്യതയുള്ള അങ്ങനെ കൊടുത്ത ചരിത്രമൊന്നും നമ്മൾക്ക് അവിടെയില്ല. ഇവിടെ വരുന്ന പ്രധാന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ പോലീസ് വളരെ ജാഗ്രതയോടുകൂടി നിരന്തരമായിട്ട് പരിശോധനകൾ നടത്തണം. അതിനു വേണ്ടിയിട്ട് ആധുനികമായ ബോംബ് ഡിറ്റക്ടിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കണം. അതുപോലെ തന്നെ ഈ സ്നിഫർ ഡോഗ്സിനെ ഉപയോഗിച്ചും ചെയ്തു കഴിഞ്ഞാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നിരന്തരമായിട്ട് ഈ റെയ്ഡ് വരുന്ന സാഹചര്യത്തിൽ ഒരു ഭയമുണ്ടാകും. അതാകുമ്പോൾ നിർമ്മാണം നടത്തുന്നതിന് വേണ്ടിയിട്ട് പരിമിതികളുണ്ട്, അതേപോലെ തന്നെ നിർമ്മാണം കഴിഞ്ഞതിന് ശേഖരിക്കുന്നതിന് പരിമിതികളുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇത് ഉണ്ടാക്കുന്ന അവസരത്തിൽ കണ്ടുപിടിച്ചത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ശേഖരിച്ചെവിടെങ്കിലും വെച്ചിടത്തുനിന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ അതിൽ ബാധകമായ രീതിയിൽ പോലീസ് ചോദ്യം ചെയ്യും. അതുകൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വീടുകളിലൊന്നും കൊണ്ടുവെക്കാതെ ഇതേമാതിരി താമസമില്ലാത്ത സ്ഥലത്തോ അല്ലെങ്കിൽ പൊതുസ്ഥലത്തിനടുത്ത് ഏതെങ്കിലും സ്ഥലങ്ങളിലോ ഒക്കെ കൊണ്ടുവന്ന് ഇത് ശേഖരിക്കുകയും അങ്ങനെ ഇതേമാതിരി ആരെങ്കിലും ചെന്ന് അതെടുക്കുകയോ അത് ഉപയോഗിക്കുകയോ അറിയാതെ അതിലത് ചവിട്ടുകയോ, കുട്ടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, കുട്ടികളൊക്കെ പന്താണെന്ന് വിചാരിച്ച് തട്ടിപ്പോയിട്ട് ബോംബ് പൊട്ടി കാലൊക്കെ പോയ സംഭവങ്ങളില്ലേ ഇത്. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്നാൽ പോലും ഇതിന് ഒരു അറുതി വരുത്തണമെന്നുള്ള ഉദ്ദേശം ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ പിടിക്കപ്പെടുന്ന പ്രതികളെ കൂലങ്കഷമായിട്ട് വളരെ ഗൗരവതരമായിട്ട് ചോദ്യം ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉറവിടം ഉണ്ടാകുന്നത്, അതായത് ബോംബ് നിർമ്മാണത്തിനൊക്കെ പരിശീലനം വേണമല്ലോ, ആ പരിശീലിപ്പിക്കുന്ന ആളുകളെ മറ്റേതിൽ എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടൊരു അന്വേഷണം, അതായത് ഗൗരവതരമായിട്ട് ഒരു അന്വേഷണ ത്വര കാണിച്ച് ഈ വ്യക്തികളിലേക്ക് എത്തുകയും ഇത് ശേഖരിക്കുന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്ന ആളുകളിലേക്ക് എത്തുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അടിക്കടിക്ക് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിലും ഈ വ്യാപകമായിട്ട് ഇത് ഭയരഹിതമായിട്ട് നിർമ്മിക്കുന്നതും ശേഖരിക്കുന്നതും ഒരു പരിധിവരെയെങ്കിലും ഒഴിവാക്കാനും പുതിയ ആളുകൾ ഈ സംരംഭത്തിലേക്ക് വരാതിരിക്കാനും വളരെ സാഹചര്യം ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് എക്സ്പ്ലോസീവ്. പക്ഷെ നോക്കൂ സുഭാഷ് ബാബു, സമീപ ദിവസങ്ങളിലൊക്കെ നമ്മൾ നിരന്തരമായി ബോംബിന്റെ കഥ കേൾക്കുകയാണ്. ബോംബ് പൊട്ടി ആളുകൾ കൊല്ലപ്പെടുന്നു, സീരിയസ് ആയി പരിക്കേൽക്കുന്നു, മെഡിക്കൽ കോളേജ് ആശുപത്രി കൊണ്ടുവരുന്നു, അതിൽ പിടിക്കപ്പെടുന്ന ആളുകളെ കാണുന്നു. ബോംബ് ഇല്ലാതാവുന്ന കല്യാണ വീട്ടിൽ ബോംബ് എറിയുന്നു, ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു, ആൾ കൊല്ലപ്പെടുന്നു. ഇതൊക്കെ നമ്മൾ കേട്ടോണ്ടേയിരിക്കുകയാണ്. ഇപ്പം താങ്കൾ പറഞ്ഞൊരു പ്രധാന കാര്യമുണ്ടല്ലോ, അതായത് ബോംബ് കേസിൽ പിടിക്കപ്പെടുന്ന ആളുകളെ ക്വസ്റ്റ്യൻ ചെയ്യുക, എവിടെ നിന്നാണിത് വരുന്നത്, ആരാണ് സംരക്ഷണം ഒരുക്കുന്നത് എന്നതിലേക്ക് പോലീസ് എത്തണമെന്നാണല്ലോ. എത്തുന്നില്ല എന്നതുകൊണ്ടാണല്ലോ പിന്നെയും ഇത് തുടരാൻ കഴിയുക. അതിനൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ രാഷ്ട്രീയമാണോ? രാഷ്ട്രീയക്കാരാൽ ആശീർവദിക്കപ്പെട്ട സംഘങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ പോലീസിന് അവിടേക്ക് കടക്കാൻ കഴിയില്ല എന്ന പ്രശ്നമുണ്ടോ? തീർച്ചയായിട്ടും എൻ്റെ ബലമായ അറിവും എൻ്റെ വിശ്വാസവും അങ്ങനെ തന്നെയാണ്. കാരണം ഇതിനകത്ത് ഏത് രാഷ്ട്രീയ പാർട്ടി തള്ളിപ്പറഞ്ഞാലും ആ രാഷ്ട്രീയ പാർട്ടി ഇവരെ പരോക്ഷമായിട്ട് സഹായിക്കുകയും അത് കഴിഞ്ഞ് പ്രത്യക്ഷമായിട്ട് സഹായിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇവരെ ചോദ്യം ചെയ്ത് ഇതിൻ്റെ യഥാർത്ഥ ഉറവിടത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കുന്നതിന് വേണ്ടി എന്തായാലും ശ്രമം നടക്കുമെന്നുള്ളതിന് സംശയം വേണ്ട. അതിന് പറ്റുന്ന ഉദ്യോഗസ്ഥരാണ്, അല്ലെ അതിന് പറ്റാത്ത ഉദ്യോഗസ്ഥന്മാരെ അവിടെ പോസ്റ്റ് ചെയ്യാറില്ല. അങ്ങനെ പോസ്റ്റ് ചെയ്താൽ കൊള്ളാവുന്ന ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ പോലും അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്താറുണ്ട്, അല്ലെങ്കിൽ അവരുടെ മേൽ നിയന്ത്രണങ്ങൾ അനാവശ്യമായി ഏർപ്പെടുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്, അത് സത്യമാണ്, നിഷേധിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ ഭാഗത്തേക്ക് ഇപ്പം നിരന്തരമായിട്ട് ഇപ്പം 3-4 സംഭവം ഉണ്ടായി. പക്ഷേ റെയ്ഡുകൾ വല്ലതും നടന്നായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. മറ്റേ സാധാരണഗതിയിൽ വ്യാപകമായിട്ട് ഇതേമാതിരി റെയ്ഡ് നടക്കുകയും അപ്പോൾ എന്താ ചെയ്യുന്നത്, ഇതേമാതിരി ആ സാധനം നശിപ്പിക്കുകയോ വേറെ ഏതെങ്കിലും രീതിയിൽ അത് എവിടെങ്കിലും എടുക്കാൻ വയ്യാത്ത സ്ഥലങ്ങളിൽ ഉപേക്ഷിക്കുകയോ ഒക്കെ ചെയ്യുന്ന സാധനമുണ്ട്. ഇപ്പം പുഴയിൽ കൊണ്ടിട്ടിട്ട് അവിടെ നിന്ന് ബോംബ് പൊട്ടിയ സംഭവങ്ങളൊക്കെ നമ്മുടെ അടുത്തുണ്ട്. അത് അങ്ങനെ വരുന്ന അവസരത്തിൽ കൊണ്ടുവന്ന് ഉപേക്ഷിക്കപ്പെടുന്നതാണ്.
സർക്കുലർ അയച്ചത്. കേന്ദ്ര മാനദണ്ഡം പാലിക്കപ്പെട്ടില്ല, ശരിയാവണ്ണമുള്ള പരിശോധന നടക്കുന്നില്ല, ലൂസാണ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള സർക്കുലർ ADGP അയക്കുന്നത് കഴിഞ്ഞ തവണ ബോംബ് പൊട്ടി ഒരാൾ കൊല്ലപ്പെടുന്ന സമയത്താണ്. എന്ന് വെച്ചാൽ ആ സമയത്തെങ്കിലും കേന്ദ്ര മാനദണ്ഡത്തിൻ്റെ ഒക്കെ പേര് പറഞ്ഞും കുറച്ചുകൂടി ഗൗരവതരമായിട്ടൊരു ഡ്രൈവ് ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചാണ്. പക്ഷേ പോലീസ് പഴയപടിയായെന്ന് തോന്നുന്നു അല്ലേ? അല്ല, അത് ചെയ്തതായിട്ടുണ്ട്. ഇപ്പം നിഷാദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും ചാനലോ പത്രമോ പ്രിന്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അത് കണ്ട നിർബാധം അത് തുടർന്നു പോട്ടെ എന്നുള്ളൊരു മൗനസമ്മതം കൊടുക്കാനുള്ള ഭരണ സംവിധാന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പോലീസിന്റെ കുറ്റകരമായ വീഴ്ച എന്നുള്ളത് കൊണ്ടാണ് ഇതേമാതിരി അത് ആവർത്തിക്കപ്പെടുന്നത് എന്നതിന് സംശയം വേണ്ട. കാരണം ഇത് നിർമ്മിച്ചു എന്ന് പറഞ്ഞ് നിർമ്മിച്ച ആളുകൾ തന്നെ അവർ തന്നെ നിർമ്മിച്ചതാണെന്ന് സമ്മതിച്ച് അവരിലെ കുറേ ആളുകൾ മരിക്കുകയും അതുപോലെ തന്നെ അധികം ആളുകൾക്ക് പരിക്ക് വെക്കുകയും അതിന് ഗൂഢാലോചന ഉൾപ്പെടെ ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ട് പോലും ഇത് എവിടെ നിന്ന് വരുന്നു, എങ്ങനെ വരുന്നു എന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്തിടത്തോളം കാലം എന്താണ് ആ അന്വേഷണ പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മളിപ്പോൾ കണ്ണൂരിന്റെ കാര്യം പറയുമ്പോൾ കണ്ണൂർ ഒരു കാലത്ത് ഭയങ്കരമായ തോതിൽ വയലൻസിന്റെ ഒരു കേന്ദ്രമായിരുന്നു. വലിയ തോതിൽ ഒരു ബ്ലഡ് ഷെഡ്, ഒരു രക്തച്ചൊരിച്ചിലുണ്ടായ സ്ഥലമാണ്. കണ്ണൂരിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിനുള്ള അക്രമവുമായിട്ട് ചേർത്ത് വെച്ച ഒരു കാലമുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കണ്ണൂർ പിന്നെയും കുറേ ദൂരം മുന്നോട്ട് സഞ്ചരിച്ചല്ലോ. ഇപ്പോൾ ഇടവേളകളിൽ മാത്രമാണ് ചിലപ്പോൾ ഈ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ നമ്മൾ ഈ ബോംബിൻ്റെ കഥ ഇപ്പം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നു. എക്സ്പ്ലോസീവ്സ് ആയിരക്കണക്കിന് കിലോ സൂക്ഷിച്ച് വെച്ചതും പോലീസ് പിടിച്ചതായിട്ടുള്ള കഥകൾ കേൾക്കുന്നു. സത്യത്തിൽ കണ്ണൂർ ഇപ്പോഴും ഏത് സമയത്ത് വേണമെങ്കിലും ഒരു 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 വ്യാപകമായ വയലൻസ് അല്ലെങ്കിൽ വളരെ ഒരു ആഴമേറിയ വയലൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു അപകടം മുൻപായിട്ട് ഇപ്പോഴും തുടരുന്നു എന്ന് വിചാരിക്കണോ? ഇതൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഒരു സംസ്കാരത്തിന് കാര്യമായ മാറ്റമൊന്നും വന്നിട്ടില്ല. താങ്കളുടെ ഒരു പോലീസ് വ്യൂ എന്താണ്? അല്ല, മുമ്പ് രാഷ്ട്രീയമായിട്ട് സംഘർഷങ്ങളാണ്. ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഈ ബോംബ് പൊട്ടുന്നൊന്നും രാഷ്ട്രീയ സംഘർഷത്തിൻ്റെ പേരിലല്ല. അവരെ ഏതെങ്കിലും വ്യക്തിപരമായ വിദ്വേഷം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനാപരമായിട്ടുള്ള ചെറിയ ചെറിയ പ്രാദേശിക പ്രശ്നങ്ങൾ കൊണ്ടാണ് ബോംബുകൾ, സ്ഫോടനങ്ങളെ അല്ലെ ആരുടെയെങ്കിലും വീട്ടിൽ ഇത് വലിച്ചെറിയുക. അത് പ്രാദേശികമായ ചില പ്രശ്നങ്ങളിലല്ല, വ്യാപകമായിട്ട് രാഷ്ട്രീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ബോംബ് ഉപയോഗിക്കപ്പെടുന്നില്ല. പക്ഷേ ഈ ബോംബ് നിർമ്മിച്ച് അത് ശേഖരിച്ച് വെക്കുക എന്നുള്ളൊരു സ്വഭാവമുണ്ട്. കാരണം എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് നിർമ്മിക്കപ്പെട്ടു എന്നും ഇടയ്ക്കിടയ്ക്ക് ഇത് പൊട്ടിക്കുമ്പോൾ എന്താണ് ജനങ്ങളുടെ ഉള്ളിൽ ഈ ഭീതി നിലനിൽക്കും. അതിപ്പോൾ നമ്മളെ സംബന്ധിച്ച് അവിടെ ചെന്ന് നിങ്ങളൊരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തെളിവ് ശേഖരണത്തിന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ ചെന്ന് അവരുടെ അനുഭവം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആരും ഒന്നും പറയില്ല, പേടിച്ചിട്ട് മിണ്ടില്ല. അത് പറയുന്നത് ഞങ്ങൾക്കൊന്നും അറിയില്ല, എനിക്കറിയില്ല, അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് ജനങ്ങളും ഫലപ്രദമായിട്ട് ഇത് ഒഴിവാക്കണമെന്നുള്ള രീതിയിൽ ക്രിയാത്മകമായിട്ട് പോലീസിനെ സഹായിക്കുന്ന രീതിയിൽ തെളിവെടുക്കാൻ അവർക്കാ സാധിക്കുന്നത്. അവരതൊന്നും പറയില്ല. കാരണം അവരൊന്നാമത് പറഞ്ഞാൽ അവിടുത്തെ പോലീസിനെ കുറേ അവിടുത്തെ ആളുകൾക്ക് വിശ്വാസമില്ല. കാരണം പോലീസിനോട് പറഞ്ഞാൽ ഇത് ആർക്കെതിരെ പരാതികൾ പറയുന്നു അല്ലെങ്കിൽ സംശയം ഉന്നയിക്കുന്നു അവരുടെ അടുത്തേക്ക് ഇവരുടെ വിലാസവും അല്ലെങ്കിൽ ഇവരുടെ ഐഡൻറ്റിറ്റി എത്തും എന്നുള്ള ഭയം കൊണ്ട് അവിടുത്തെ ആളുകൾ ഇതൊന്നും പറയില്ല. ആ പറയാത്തത് കൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ പോലീസിന് ഒരുപാട് പരിമിതി കൊണ്ട് മുന്നോട്ട് അന്വേഷിച്ചു കൊണ്ടുവരാം. അത് എനിക്ക് തോന്നുന്നത് അപ്പം ഈ കേരള പോലീസിൻ്റെ സംവിധാനത്തിനപ്പുറത്തേക്ക് ഇതൊരു ടെററിസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് വേണമെങ്കിൽ ആക്കാം. പക്ഷേ ടെററിസ്റ്റ് എന്ന് പറയുന്ന ഒരു പരിധിയിലേടെ ആ ഡെഫിനേഷനിലേക്ക് നിർവചനത്തിൻ്റെ പരിധിയിലേക്ക് എത്തുന്ന രീതിയിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ പറ്റില്ലെങ്കിലും അത് ആ രീതിയിൽ ഈ പൊട്ടിച്ച് പൊതുവെ ഇതുകൊണ്ട് ഈ സ്ഫോടനം കൊണ്ട് ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളത് ഗുരുതരമായ സംഗതിയാണ്. ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. പക്ഷേ ഭീകരത എന്നൊക്കെ പറയുമ്പോൾ വേറെ കുറച്ച് എലമെന്റ്സ് കൂടെ വന്നാലേ അത് പൂർണ്ണമാവും തോന്നുന്നു. ഇതിനെ പെടുത്താൻ പറ്റുക അങ്ങനെ അതിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല നമ്മുടെ പോലീസ്. അല്ല ജിൻഡോ, ഈ നോക്കൂ ജിൻഡോ, പിണറായി വിജയൻ പറയുന്ന, മുഖ്യമന്ത്രി പറയുന്ന കാര്യം കേൾക്കും. അതായത് ബോംബിൻ്റെ കാര്യം പറയുമ്പോൾ ശരിയാണ്, CPM-മാർ പ്രതികളായിട്ടുള്ള കേസൊക്കെ ഉണ്ടാവും. പക്ഷേ കണ്ണൂരിലെ ബോംബിൻ്റെ കഥ പറയുമ്പോൾ CPM-നെ മാത്രമായി പറഞ്ഞ് നിങ്ങളങ്ങ് നല്ല പിള്ള ചമഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിക്കുക അദ്ദേഹം. എന്ന് വെച്ചാൽ DCC ആഫീസിൽ വിവിധതരം ബോംബുകൾ നിരത്തി വെച്ച് എക്സിബിഷൻ സംഘടിപ്പിച്ചവർ, നേരത്തെ കണ്ണൂരിലെ ആളുകൾക്ക് ഈ ബോംബൊന്നും നേരിട്ട് കണ്ട് പരിചയം ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ്സുകാരാണ് ആദ്യം അത് സധൈര്യം പ്രദർശിപ്പിച്ചത് എന്നാണ്. അതുകൊണ്ട് ബോംബ് എറിഞ്ഞതിൻ്റെയും പ്രദർശിപ്പിച്ചതിൻ്റെയും ഒക്കെ കഥ എടുത്ത് പരിശോധിച്ചാൽ കണ്ണൂരിലെ CPM-നെ മാത്രമായിട്ട് പഴി പറഞ്ഞ് നിങ്ങൾ നിഷ്കളങ്കരാവേണ്ടെന്നാണ്. അല്ല,
ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഈ പറഞ്ഞ കഥകളുടെ കാലത്തൊക്കെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടിട്ടുമാണ് ഇത്തരം വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്. നമ്മളൊക്കെ പരിഷ്കൃത സമൂഹത്തിൻ്റെ ഭാഗമാണെന്ന് ഞാൻ ആദ്യ ടൈമിൽ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. കാലഘട്ടം മാറി. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഈ സംസ്ഥാനത്ത് നിൽക്കാൻ പോലും താല്പര്യമില്ലാത്ത രീതിയിൽ മാറുന്നുണ്ടെങ്കിൽ ആ മനുഷ്യരുടെ, ആ ചെറുപ്പക്കാരുടെ മനോവികാരങ്ങളെ മനസ്സിലാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ കുറെ കൂടി വിശാലമായിട്ട് ചിന്തിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ആശയങ്ങൾക്ക് പകരം ആയുധമെടുക്കുന്ന കാലഘട്ടം കഴിഞ്ഞു. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആശയപരമായിട്ട് എതിർത്ത് നേരിട്ട് നിൽക്കാൻ പറ്റാതെ വരുമ്പോഴല്ലേ ആയുധങ്ങളെ സ്വീകരിക്കേണ്ടി വരുന്ന ആ കാലഘട്ടം കഴിഞ്ഞു എന്ന് തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് 10, 30, 40 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളെ എടുത്തുകൊണ്ട് ഈ കഴിഞ്ഞ മാസമോ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന കാര്യത്തെയോ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രമിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ക്വിറ്റ് ഇന്ത്യ സമരത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഒറ്റുകൊടുത്തു എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഈ വർഷം വരുന്ന ക്വിറ്റ് ഇന്ത്യ ദിന ആചരണം നടത്താൻ കമ്മ്യൂണിസ്റ്റുകാർ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? കാലഘട്ടത്തിനനുസരിച്ചിട്ട് കാഴ്ചപ്പാട് മാറേണ്ടതുണ്ട്. അങ്ങനെ മാറാത്തത് CPM മാത്രമാണ് കേരളത്തിൽ. അതാ ഞാൻ പറഞ്ഞത്. ഇവിടെ BJPക്ക് വേണ്ടിയിട്ട് RSSകാർ ബോംബ് നിർമ്മാണത്തിന് 745 കിലോ എക്സ്പ്ലോസീവ് കൊണ്ടുവന്നു എന്ന് വാർത്തയുണ്ടായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അടുത്തിരിക്കുന്ന കാലഘട്ടത്തിലാണ്. പക്ഷേ അതിൻ്റെയൊക്കെ അന്വേഷണം എവിടെ വരെ എത്തി? RSSകാർ പ്രതിയായി എന്നും പറഞ്ഞ് കേരളത്തിലെ CPMന്റെ സഖാക്കന്മാർ വലിയ പ്രചരണമൊക്കെ നടത്തിയെങ്കിലും അന്വേഷണം എവിടെ വരെ എത്തി? ഇത്രയധികം എക്സ്പ്ലോസീവ്സ് ഇവിടുത്തെ അത്തരം സംഘടനകൾക്ക്, തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾക്കൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതെങ്ങനെ അവരുടെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ള അന്വേഷണം നടത്തേണ്ട കേരളത്തിലെ പോലീസല്ലേ? അത് ചെയ്യാത്തതിന് കാരണം തങ്ങളുടെ പാർട്ടിക്ക് കൂടി അവകാശപ്പെട്ട രീതിയിൽ എക്സ്പ്ലോസീവ്സ് കൊണ്ടുകൊടുക്കാൻ അവർ സഹായം ചെയ്യുന്നതുകൊണ്ടാണ് മറ്റവരും ഉണ്ടാക്കിക്കോട്ടെ എന്ന് തീരുമാനിക്കുന്നത്. LDF കൺവീനറാണ് പറഞ്ഞത് അത് വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ബോംബായിരിക്കുമെന്ന്. ബോംബ് വിൽപ്പനയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്നു കേരളത്തിന്റെ ഇപ്പോഴത്തെ LDF കൺവീനർ പറയുകയാണ്. ഇത് ഏത് കാലഘട്ടത്തിലാണ് നടക്കുന്നത്? നമ്മൾ 30, 40 വർഷം മുമ്പ് കോൺഗ്രസ്സുകാർ ചെയ്തില്ലേ, അല്ലെങ്കിൽ അന്ന് CPM ചെയ്തില്ലേ, അന്ന് BJP ചെയ്തില്ലേ, അല്ലെങ്കിൽ വേറെ പാർട്ടിക്കാർ ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കുന്ന അത് മാറ്റി നിർത്തിയിട്ട് ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തെ ആനുകാലികമായിട്ട് സമ്മതിക്കാൻ തയ്യാറാകാത്തത് അത് എന്ത് തരം മനോവികാരമാണ്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ, കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് പിണറായി വിജയൻ, പോലീസിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ്, പോലീസിനെ ഭരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പോലീസ് വകുപ്പിൽ സംഘപരിവാർ അനുകൂല നിലപാടുകൾ തുടങ്ങിയിട്ട് എത്ര കാലമായി? എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പറ്റിയത്? ഇവിടെ CPM കേരളത്തിൽ നടത്തുന്ന ഓരോ പരിപാടികളും നയപരിപാടികളും സംഘപരിവാറിനെ കൃത്യമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. അത് പോലീസിൽ കൃത്യമായിട്ട് നമ്മൾ കണ്ടുവരുന്നു. ഈ അവസാനം കാഫിർ പരാമർശം, അതൊക്കെ ഈ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താ? കൃത്യമായിട്ട് CPMന്റെ ആയുധപ്പുറയിൽ, ആശയപരമായിട്ടോ അല്ലെങ്കിൽ ആയുധപരമായിട്ടുള്ള ആയുധപ്പുറയിൽ, ആലയിൽ അവരുണ്ടാക്കുന്ന പ്രയോഗങ്ങളാണ് കാഫിർ പോലെ തന്നെയുള്ളതാണ് ബോംബ് നിർമ്മാണവും. ഇതൊക്കെ ഒരു സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ഒരേ എഫക്ട് തന്നെയാണ്. ബോംബ് എറിഞ്ഞു കൊല്ലുന്നു, മറ്റത് കാഫിർ പരാമർശം പ്രചരിപ്പിച്ച് ആളുകളെ തമ്മിൽ തല്ലിക്കുന്നു. സംഘപരിവാർ നയങ്ങളാണ്, ഒരു സംശയവും വേണ്ട. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ ആസൂത്രിത ഗൂഢ നീക്കങ്ങളിലൂടെ ബോംബ് സ്ഫോടനം നടത്തുകയും ആളുകളെ ആക്രമിക്കുകയും കൊല്ലുകയും വേട്ടയാടുകയും ചെയ്യുന്ന അതേ നയപരിപാടി തന്നെയാണ് കേരളത്തിൽ CPM പുലർത്തിപ്പോരുന്നത്. ഇവരിപ്പോഴും 2024 എത്തിയിട്ടില്ല. പണ്ട് വാരിക്കുന്തവുമായിട്ട് സർ CPയുടെ പട്ടാളത്തെ നേരിടാൻ പോയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഇന്ന് ബോംബിലേക്ക് വരെ എത്തിയിരിക്കുന്നു. നാളെ ഇവർ വേണമെങ്കിൽ മിസൈൽ ഉപയോഗിക്കും. എന്നിട്ട് പറയും ഇത് ആശയപരമായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ്, BJP തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ്, സംഘപരിവാറിനെതിരെ പോരാട്ടമാണെന്ന്. കണ്ണൂരിലെ ഒരു സാഹചര്യം എടുത്താൽ കണ്ണൂരിൽ വയലൻസിന്റെ രാഷ്ട്രീയം അവസാനിപ്പിക്കണം എന്ന അഭിപ്രായം CPMനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നമുക്ക് ഒന്നാമത്തെ കാര്യം, അവിടെ ഇപ്പം എന്താ പറയുന്നത്, ഡോക്ടർ M എന്ന് പറയുന്ന മിസ്റ്റർ M ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ശ്രീ Mന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഒരു സമവായ ചർച്ചയിൽ RSSുമായി കോൺഫ്ലിക്റ്റ് വേണ്ട എന്ന് തീരുമാനിച്ചു. ഇപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് നമ്മൾ അവിടെ നിന്ന് കേൾക്കുന്നില്ല. പൊതുവെ വയലൻസ് ഒന്ന് ഒഴിവാക്കാം. P ജയരാജനെ പോലെ ഒരു ലീഡറെ അവർ പിൻവലിക്കുകയും പുതിയൊരു മുഖത്തെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് അവിടെ ഒരു അങ്ങനെ വയലൻസിൻ്റെ രാഷ്ട്രീയം മൊത്തത്തിൽ എടുക്കേണ്ടതില്ല എന്നൊരു നയമാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് CPM നിരന്തരമായി ബോംബുണ്ടാക്കുകയും ആളെ കൊല്ലാൻ പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് എന്ന് നമ്മൾ സമർത്ഥിക്കാൻ ശ്രമിക്കുമോ? അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടോ? അല്ല നിഷാദെ, അതിലൊരു ക്ലാരിറ്റിയുടെ പ്രശ്നമുണ്ട്. ഈ ശ്രീ എമ്മുമായിട്ടുള്ള ചർച്ചയെ തുടർന്ന് CPMും RSSും തമ്മിൽ സന്ധി ചെയ്തു. ഓക്കെ, RSSനെതിരെ മാത്രം ബോംബ് ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ നിർമ്മിക്കുന്നില്ല, ആക്രമിക്കുന്നില്ല എന്നുള്ള സന്ധി മാത്രമല്ല ഇവിടെ നടന്നുള്ളൂ. കേരളത്തിൽ CPM എന്ന് പറഞ്ഞ പ്രസ്ഥാനമോ RSS എന്ന് പറഞ്ഞ പ്രസ്ഥാനമോ അക്രമ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവലിഞ്ഞു എന്നുള്ള സന്ദേശമല്ലല്ലോ കേരളത്തിൽ കൊടുത്തത്. അവർ തമ്മിലുള്ള പോരാട്ടങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എമ്മിന്റെ നേതൃത്വത്തിൽ ഒരു സന്ധി സംഭാഷണ ചർച്ച നടത്തുന്നു, അവർക്ക് സർക്കാർ ഭൂമി പതിച്ചു കൊടുക്കുന്നു, എന്തൊക്കെ ഇടപാടുകൾ നടന്നു എന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഈ ഒരു കാര്യം ചോദിക്കട്ടെ,
ബൽദേവ് തന്നെ ആദ്യ ടൈമിൽ പറഞ്ഞു ബോംബ് ഉണ്ടാക്കുന്നത് BJP-കാരെയോ CPM-കാരെയോ കൊല്ലാൻ വേണ്ടിയിട്ടൊന്ന് വിവക്ഷിക്കേണ്ട കാര്യമില്ല എന്ന്. പിന്നെ ആരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ബോംബ് ഉണ്ടാക്കുന്നത്? ഉത്സവത്തിന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പടക്കമല്ലല്ലോ ഇവരുണ്ടാക്കുന്നത് നാടൻ ബോംബാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? വിഷുവിന് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണോ? ഓണത്തിന് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണോ? പള്ളി പെരുന്നാളിന് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണോ? ഈ സ്റ്റീൽ ബോംബും ഐസ്ക്രീം ബോംബും കരിക്കിനകത്തുള്ള ബോംബും ഒക്കെ ഉണ്ടാക്കുന്നത് എതിരാളികളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്, അവരെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, വീട് ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവർ RSS-നെതിരെ അല്ലെങ്കിൽ പിന്നെ പാനൂര് ബോംബ് ഉണ്ടാക്കിയത് ആർക്ക് വേണ്ടിയിട്ടാ? ശ്രീ M-ന്റെ നേതൃത്വത്തിലുള്ള സന്ധി സംഭാഷണത്തിന് ശേഷം അവർ തമ്മിലുള്ള പോരാട്ടം അവസാനിപ്പിച്ചു എന്നല്ലേ നിങ്ങൾ നിരീക്ഷിക്കുന്നത്? എങ്കിൽ പാനൂര് ഈ അവസാനം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമയത്ത് ബോംബ് ഉണ്ടാക്കിയത് ആരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്? മീൻ പിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ലല്ലോ, അല്ലെങ്കിൽ വന്യജീവികൾ നാട്ടിലെ കർഷകരെ ആക്രമിക്കുമ്പോൾ ഓടിക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ലല്ലോ. കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് പാർട്ടി ഗ്രാമങ്ങളിൽ ഒളിച്ചിരുന്ന് ബോംബ് ഉണ്ടാക്കിയത് രാഷ്ട്രീയ പ്രതിയോഗികളെ, പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വടകരയിലെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട്, വോട്ടർമാരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട്, കോൺഗ്രസ്സുകാരെ UDF-കാരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തന്നെ എന്ന് പറയും. അല്ലെങ്കിൽ പിന്നെ ആർക്കെതിരായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ബോംബ് നിർമ്മിച്ചതെന്ന് അവർ പറയണം. ശരി, അതാണ് ശ്രീ ബലദേവ്, അത് പ്രധാന സംഗതിയാണ്. RSS-ഉം BJP-യും CPM-ഉം തമ്മിൽ അവിടെ കോൺഫ്ലിക്റ്റ് ഒന്നുമില്ല, ഉണ്ടായിരുന്നത് അവർ തമ്മിലായിരുന്നു. അപ്പോൾ ഇപ്പോഴും ഞങ്ങളെല്ലാം സമാധാനത്തിൻ്റെ പാതയാണ്, ഞങ്ങളിതാ സന്ധി സംഭാഷണത്തിലൂടെ സമാധാനം ഞങ്ങൾ സാധ്യമാക്കിയിരിക്കുന്നൊക്കെ പറയുന്നു. എന്നിട്ടും ബോംബുണ്ടാക്കുന്നത് കോൺഗ്രസ്സുകാരെ കൊല്ലാനാണോ അതോ ലീഗുകാരെ കൊല്ലാനാണോ? ആരെ കൊല്ലാനാണ്? കണ്ണൂരിലും വടക്കൻ മലബാർ മേഖലകളിലും ഒരു 50 വർഷത്തിന് മുൻപുള്ള സ്ഥിതി നമ്മൾ പരിശോധിച്ചാൽ അതിൽ നിന്ന് വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. എല്ലാ രീതിയിലും കണ്ണൂരിലെ ജനത വളരെ മുന്നോട്ട് പോയി. നമുക്കറിയാം, ദിവസേന രാവിലെ നമ്മൾ പത്രം എടുക്കുമ്പോൾ അവിടെ സംഘർഷം, കൊലപാതകം, കഴുത്തറുപ്പ്, ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ നമ്മൾ കണ്ടവരാണ്. അതെല്ലാം മാറി കണ്ണൂരിലെ ജനത ഒരുപാട് മുന്നോട്ട് വന്നു. സാംസ്കാരികമായിട്ടും മറ്റു കാര്യങ്ങളിൽ സംയമനം പാലിച്ചുകൊണ്ട് ജനങ്ങളെ നേരിടാനും ഒക്കെ അവർ പഠിച്ച് മുന്നോട്ട് വന്നു. ഇവിടെ കോൺഗ്രസിൻ്റെ വക്താവ് പറഞ്ഞതുപോലെ ഒരേയധികം സംഘർഷങ്ങൾ ഇവിടെ ഞാൻ ഒരു ലിസ്റ്റ് ഒന്ന് പരിശോധിച്ചപ്പോൾ 2010 ശേഷം ഏകദേശം 400 ചില്ലുവാനും ബോംബ് സ്ഫോടനങ്ങൾ മലബാർ മേഖലയിൽ, തെക്കല്ല മലബാർ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ സുഭാഷ് ബോസ് സാർ ഇവിടെ ഇരിപ്പുണ്ട്. 250ഓളം എണ്ണത്തിന് ആരാണ് പ്രതികൾ, ആരാണിത് പൊട്ടിച്ച് ഇതുപോലെ തന്നെത്താനെ പൊട്ടിയ ബോംബുകൾ ഒരു പോലീസിനും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് 2011 മുതൽ 16 വരെ ശ്രീ ഷിൻഡോ ജോണിൻ്റെ പാർട്ടി തന്നെയാണ് ഭരിച്ചത്. അന്ന് നിരവധി സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2012 ജൂലൈ മാസം 17-ാം തീയതി കന്യാകുമാരിക്കാരൻ ബാബു എന്നൊരാൾ പാനൂർ കൊല്ലപ്പെട്ടു. അത് 2012-ലാണ്. അതേ നവംബർ മാസം 22-ാം തീയതി പാലനാട് എന്ന സ്ഥലത്ത് പ്രദീപ് എന്ന ഒരു സ്റ്റുഡൻറ്റിന് പരിക്കേറ്റു. അതുപോലെ 2014 മാർച്ച് 24-ന് പാനൂരിലൊരു മധ്യപ്രദേശുകാരൻ അഭിഷേകിന് ഇതുപോലെ ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റു. ഇതൊക്കെ തന്നെത്താനെ ബോംബ് പൊട്ടിയതാണ്. ഈ സമയം ഞാൻ എടുത്തു പറയാൻ കാരണം അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്, അതിന് ഞങ്ങൾ ഭരിക്കുമ്പോഴും എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഈ 3 സമയത്തും ഈ 2012, 13, 14 ഘട്ടത്തിൽ നിരവധി ബോംബ് സ്ഫോടനങ്ങളുണ്ടായി. അന്നൊക്കെ ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റായിരുന്നു ഇവിടെ. അവരതിനെക്കുറിച്ച് ശക്തമായിട്ട് അന്വേഷിക്കുകയാണ്. എന്നിട്ട് എന്തുകൊണ്ട് ഈ അന്വേഷിച്ച് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഏകദേശം 250-ൽ പരം കേസുകൾക്കകത്താണ് കോൺഗ്രസ് ഭരിച്ചപ്പോഴുള്ള 2011-16 വരെയുള്ള നിരവധി കേസുകൾ നിൽക്കുന്നത്. ഞാൻ അവരെ കുറ്റം പറയുകയൊന്നുമല്ല. അപ്പോൾ അവരുടെയും അന്വേഷണം CPM ആണത് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കോൺഗ്രസ് ഭരിച്ച ഈ 5 വർഷത്തിൽ പറഞ്ഞ നിരവധി ബോംബ് സ്ഫോടനങ്ങൾ തന്നെത്താനെ പൊട്ടിയതുൾപ്പെടെ എന്തുകൊണ്ട് ആ പ്രതികളിലേക്ക് ചെന്നില്ല? 2016-ന് ശേഷം ഞങ്ങൾ ഭരിക്കുന്നു. 8 വർഷമായിട്ട് ഇപ്പോഴും ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. ഈ സംഭവങ്ങളിലൊന്നും യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ ആരാണ് നിർമ്മിച്ചതെന്നോ ഇതിലൊക്കെ ഉപരിയായിട്ട് സുഭാഷ് സാർ പറഞ്ഞതുപോലെ ഇതിൻ്റെ സോഴ്സ് ഇതാര് ഉണ്ടാക്കി കൊടുക്കുന്നു? സാധാരണക്കാർക്കൊന്നും എനിക്കോ നിങ്ങൾക്കൊന്നും ബോംബ് ഉണ്ടാക്കാൻ അറിയാം, നമ്മളെ ഒരാൾ പഠിപ്പിക്കണം. അപ്പോൾ ഇത് ആരാണ് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്? ഇതൊന്നും അന്വേഷിച്ച് കണ്ടെത്താൻ ഈ 2010-ന് ശേഷം 250ഓളം കേസുകളിൽ നടന്നിട്ടില്ല. 5 വർഷം കോൺഗ്രസ് ഭരിച്ചു, ഇപ്പോൾ 8 വർഷമായിട്ട് ഞങ്ങൾ ഭരിക്കുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ആരാണ് ഇതിൻ്റെ പിന്നിൽ ഒളിയിരിക്കുന്നത്? എന്തുകൊണ്ട് കോൺഗ്രസ് ഭരിച്ചപ്പോൾ അത് നടന്നില്ല? അദ്ദേഹം വളരെ ആവേശത്തോടെ സംസാരിച്ചു, ഞാൻ അംഗീകരിക്കുന്നു. ഇപ്പോൾ അവിടെ സംഘർഷമില്ല എന്ന് പറയുന്നത് നല്ലൊരു കാര്യമല്ലേ? കാര്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സംഘർഷമുണ്ടായിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊല ചെയ്തിട്ടുള്ളതും CPM-ൻ്റെയും BJP-യുടെയുമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നിട്ടുള്ള RSS-കാർ CPM-മാരെ കൊന്നിട്ടുണ്ട്, CPM-മാർ RSS-കാരെ കൊന്നിട്ടുണ്ട്. നക്സലൈറ്റുകളുടെ കാലമൊക്കെ അതിന് മുമ്പിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ നിരവധി സംഘർഷങ്ങളൊക്കെ മാറി CPM-ഉം RSS-ഉം തമ്മിൽ ഇപ്പോൾ കണ്ണൂർ സംഘർഷം വളരെ കുറവാണ് എന്ന് വിചാരിച്ച് അവർ തമ്മിൽ രാഷ്ട്രീയപരമായ കൂട്ടുകെട്ടുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. അവിടെ ഇപ്പോഴും CPM-ൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് BJP-ക്കാർ തന്നെയാണ്.
അവർ വോട്ടിങ്ങിലായാലും മറ്റു കാര്യങ്ങളിലൊക്കെ വളരെ മുന്നോട്ട് ഇപ്പോഴായിട്ട് 4-5% കൂടുതൽ വോട്ട് അവർ കണ്ണൂരും വടക്കൻ മലബാറിലൊക്കെ അവർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും അല്ല. അവിടെ CPM-ഉം BJP-യും തമ്മിൽ സംഘർഷമുണ്ടായത് അവർ പരസ്പരം പറഞ്ഞ് പരിഹരിച്ച് ഒരു സംയമനത്തിലൂടെ വന്നതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ അവിടെ RSS CPM സംഘടന കുറവാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം CPM ഉണ്ടാക്കുന്ന ബോംബെല്ലാം CPM ബോംബുണ്ടാക്കി ആ ബോംബുകൾ മൊത്തം കോൺഗ്രസ്സുകാർക്കെതിരെയും ആണ് ഉപയോഗിക്കുക എന്ന് പറയുന്നതിനകത്ത് എന്ത് യുക്തി അതിനകത്തുള്ളത്? കോൺഗ്രസ് അതിന് അത്രയും കൂടുതലായിട്ട് കോൺഗ്രസ് അവിടെ CPM-നെ പ്രതിരോധിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും ഇല്ല. വോട്ടിനകത്ത് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം, ലോക്സഭാ സീറ്റുകൾ ജയിച്ചിട്ടുണ്ടാകാം. കണ്ണൂരിന്റെ സ്വഭാവം നമുക്കറിയാമല്ലോ. ചില മേഖലകൾ ചില പാർട്ടികൾക്ക് പ്രത്യേക ആഭിമുഖ്യമുള്ള സ്ഥലം, ശക്തിയുള്ള സ്ഥലമായിട്ട്, പാർട്ടി ഗ്രാമങ്ങളായിട്ട്, സംഘഗ്രാമങ്ങളായിട്ടൊക്കെ നിലനിർത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രമിക്കുന്ന ഒരു സ്വഭാവമുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ആ നിലയ്ക്കുള്ള ഭീതി പരത്തലുകൾ, ആയുധ ശേഖരങ്ങളൊക്കെ വേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരമാണ്. ചർച്ചയിലേക്ക് വീണ്ടും റിട്ടയർഡ് SP സുഭാഷ് ബാബു തുടരുന്നു. സുഭാഷ് ബാബു, ഈ ബോംബുകൾ ഇപ്പോൾ ഈ നമ്മുടെ ഡിഫൻസ് ഫോഴ്സുകളൊക്കെ ഇങ്ങനെ ആയുധങ്ങൾ ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കുക, സ്റ്റോർ ചെയ്യുക എന്ന് പോലെ ഏർപ്പാടുണ്ട്. ബോംബുകൾ ഇങ്ങനെ കണ്ടമാനം ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കുക എന്നൊരു ഏർപ്പാട് കാര്യമായിട്ടുണ്ടോ കണ്ണൂരിൽ? അതിന് മാത്രമുള്ള സംഘർഷങ്ങൾ, അതിന് മാത്രമുള്ള വലിയ തോതിലുള്ള സ്ഫോടനങ്ങളോ അങ്ങനെയൊന്നും നമ്മളങ്ങനെ കണ്ടിന്യൂസ് ആയി കേൾക്കുന്നില്ല. പക്ഷേ ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ നിരന്തരമായിട്ട് ഇങ്ങനെ ബോംബുകൾ ഉണ്ടാക്കുക, അടുക്കി വെച്ചിരിക്കുന്നത് പോലെയാണ്. സത്യത്തിൽ അങ്ങനത്തെ ഏർപ്പാടുണ്ടോ അവിടെ? മുമ്പ് വ്യാപകമായിട്ടുണ്ടായിരുന്നു രണ്ട് സംഘർഷമുള്ള പ്രധാനമായിട്ട് വളരെ പണ്ട്, അതായത് 70-കളിൽ 80-കളിൽ ആ സമയത്ത് വരെ കോൺഗ്രസും CPM-ഉം ആയിരുന്നു. അത് കഴിഞ്ഞ് അത് BJP-യും CPM-ഉമായിട്ട് മാറി. അങ്ങനെ വന്നതിന് ശേഷം അവർ തമ്മിൽ ആ സമയത്തൊക്കെ ആവശ്യത്തിന് അന്നൊക്കെ ബോംബുണ്ടായിരുന്നു. അപ്പോൾ വ്യാപകമായിട്ടുണ്ടാക്കിയിരിക്കുന്നത് 90-കളിൽ 80-90-കളിലൊക്കെ വ്യാപകമായിട്ടുണ്ടാക്കി. അത് ഒരുപാട് വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്നു. പോലീസ് പാർട്ടിയെ പോലും ഒരുപാട് പ്രാവശ്യം ആക്രമം നടത്തുകയും ബോംബെറിയുകയും അവരെ നിന്ന് പിന്തിരിപ്പിക്കുക, പോലീസിനെ ഭീഷണിപ്പെടുത്തുക, പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഗ്രൂപ്പിനെയും ചില വീടുകളിലൊക്കെ തന്നെ ബോംബെറിഞ്ഞ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറിയതിന് ശേഷം ഇത് വളരെ ആശാജനകമായിട്ടുള്ള ഒരു പോക്കല്ല. ഇത് കൂടുതൽ സംഘർഷമാവും, പാർട്ടികൾക്ക് ദോഷമാണെന്ന് പറഞ്ഞപ്പോൾ അത് ഒരു സമാധാന സന്ധിയിലൂടെ തീർത്തു. അതിനുശേഷം എന്താന്ന് പറഞ്ഞാൽ ഓരോരോ സാഹചര്യത്തിനനുസരിച്ചിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് പ്രതിരോധത്തിലേക്ക് വരുന്നുണ്ട്. അപ്പം മറ്റേ പാർട്ടിയിൽപ്പെട്ട ആളുകളെയും അവരുടെ വോട്ടർമാരെയും ഒക്കെ ഭീഷണിപ്പെടുത്തുന്നതിന്, അതുപോലെ തന്നെ അവരെ ഭയപ്പെടുത്തി നിർത്തുന്നതിന് വേണ്ടിയിട്ട്, അപ്പോൾ അവരുടെ നിർജീവമാവുമല്ലോ പൊതുവിൽ, ആ നിർജീവത സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ചില പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടൊക്കെയാണ് ഇപ്പം ബോംബുണ്ടാക്കുന്നത്. പിന്നെ ഞങ്ങളുടെ കയ്യിൽ ബോംബുണ്ട് എന്നുള്ള ആ ഒരു സാഹചര്യം സൃഷ്ടിക്കുക, അത് ഒരു ഭയാശങ്കകൾ മറ്റ് എതിർ വിഭാഗത്തിലേക്ക് അല്ലെങ്കിൽ പൊതുവെ എല്ലാവരിലേക്കും, കാരണം ഇങ്ങനെ ചെയ്താൽ ഉപയോഗിക്കപ്പെടും എന്നുള്ള ഭീതിയിലേക്ക് ആളുകളെ വലിച്ചിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് പൂർണ്ണമായിട്ടും നിർത്താൻ സാധിച്ചില്ലെങ്കിലും ഫലപ്രദമായി നിയന്ത്രിക്കാൻ കഴിയുന്നത് എന്താന്ന് പറഞ്ഞാൽ, മുമ്പ് ഈ ബോംബ് നിർമ്മിച്ച ആളുകളെയോ അല്ലെങ്കിൽ ഈ മുമ്പ് ബോംബ് നിർമ്മിച്ച ആളുകളുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും ഇപ്പോൾ ഫോൺ കണക്ഷനെല്ലാം ഉണ്ടല്ലോ, അത് അവരെ ശരിക്ക് വീക്ഷിക്കുകയും അവരുടെ കോണ്ടാക്റ്റുകൾ, അവരുടെ ലൊക്കേഷനുകൾ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുകയും റെയ്ഡുകൾ നടത്തുകയും ഒക്കെ ചെയ്യാം. ഇപ്പോൾ ആകസ്മികമായിട്ട് ഒരു റെയ്ഡ് നടത്തിക്കുക, ഒരാഴ്ച 1, 2, 3 റെയ്ഡ് പല സ്ഥലങ്ങളിലായിട്ട് നടത്താണ്ട് ഇതിനെ എഫക്റ്റഡ് ഏരിയയൊക്കെ അറിയാൻ ബുദ്ധിമുട്ടൊന്നും പറയും, നമുക്ക് തന്നെ അറിയുന്ന എഫക്റ്റഡ് ഏരിയകളാണ്. ആ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്ത് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് ഒരു റെയ്ഡൊക്കെ നടത്തുന്ന അവസരത്തിൽ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടാണ്. പിന്നെ ഇങ്ങനെ നിരന്തരമായിട്ട് പോലീസ് ജാഗ്രതയോടുകൂടിയിട്ട് പ്രവർത്തിക്കുന്നു. ഇത് ഉന്മൂലനം ചെയ്യാൻ പോലീസും ദത്തശ്രദ്ധരാണ് എന്ന് വരുമ്പം ജനങ്ങളെ സംബന്ധിച്ചോടും ജനങ്ങളെ രഹസ്യാത്മക സ്വഭാവത്തോടുകൂടി വിവരം അറിയിക്കാൻ സാധിക്കും. കാരണം അവിടുത്തെ ജനങ്ങൾക്ക് പലർക്കും അറിയാം, പക്ഷേ അവർ പറയാൻ ഭയപ്പെടുകയാണ്. അതിനുള്ളൊരു സംവിധാനം കൂടെ ഉണ്ടാക്കിയിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിയന്ത്രിക്കാനൊക്കെ ഒരു മുഴുവൻ ഇല്ലെങ്കിലും ഏതാണ്ടൊരു ഇന്നത്തെ സാഹചര്യത്തിൽ നിന്നൊരു 70% വരെയെങ്കിലും നമുക്ക് ഇതിനെ നിയന്ത്രിച്ചു നിർത്താൻ ഉണ്ടാവും. പിന്നെ പ്രത്യേകിച്ച് ഇതിനകത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം അത്ര വ്യാപകമായിട്ട് കുറച്ച് വയലൻസ് സ്വഭാവമൊക്കെ ഉള്ള ആളുകൾ, വയലൻസുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടുന്ന ഇതേമാതിരി പല ഗുണ്ടാ ഗ്യാങ്ങുകളൊക്കെ ഉണ്ട്. ആ ഗുണ്ടാ ഗ്യാങ്ങുകളൊന്നും അവിടെ പക്ഷേ വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയില്ല. ഇനിയിപ്പോൾ അതൊക്കെ നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഗുണ്ടാ ഗ്യാങ്ങുകൾ അവിടെ നല്ല വ്യാപകമായിട്ട് വളരെ പ്രബലമായ ഗുണ്ടാ ഗ്യാങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് മുമ്പറിയാം നാദാപുരം ഏരിയയിൽ, അതുപോലെ തന്നെ തലശ്ശേരി ഏരിയയിലൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ കണ്ണൂർ ഏരിയയിൽ അവരൊക്കെ പല കേസുകളിൽ പെടുകയും പിന്നെ അവരൊക്കെ പല ആളുകളും പ്രായാധിക്യം കൊണ്ട് ഡീഫെക്റ്റായി പോവുകയൊക്കെ ചെയ്തത് നമുക്കറിയുന്ന കാര്യമാണ്.
അപ്പോൾ അതുകൊണ്ട് പുതിയ ആളുകൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള തടയിടൽ എന്ന് പറയുന്നത് ഇപ്പം നിലവിലിരിക്കുന്ന സംവിധാനത്തിലെ അപകടകരമായ സാഹചര്യങ്ങളെ നിരന്തരമായിട്ട് വീക്ഷിക്കുകയും അതിൽപ്പെട്ട ആളുകളെ ഇടയ്ക്കിടയ്ക്ക് യാതൊരു മുന്നറിയിപ്പില്ലാതെ ആകസ്മികമായിട്ട് പെട്ടെന്ന് റെയ്ഡ് ചെയ്ത് അറസ്റ്റ് ചെയ്യുന്നതും കണ്ടുപിടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം മാത്രം കൊണ്ടേ നമുക്ക് അല്ല ജിൻഡോ, CPM ഇത്തരം അക്രമ രാഷ്ട്രീയത്തിന്റെ പണിയൊന്നും ഞങ്ങൾ എടുക്കുന്നില്ല എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും ബോംബ് പൊട്ടുന്നത് കാണുകയാണ്. സത്യത്തിൽ CPM തന്നെ അങ്ങനെ ചെയ്യുന്നു എന്നാണോ നിങ്ങളുടെ ആരോപണം? അതോ CPM അങ്ങനെ ഇതിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചാലും അവർ വിതറി വെച്ച സംസ്കാരത്തിന്റെ വിത്ത് അവിടെ കിടക്കുകയാണ്, അതിൽ നിന്ന് മുഴുവൻ ആളുകളെയും മോചിപ്പിക്കുക, മാറി നിൽക്കുക സാധ്യമല്ല, അതവിടെ കിടക്കും, അതുണ്ടാക്കുന്ന ഡാമേജിനെ കവറപ്പ് ചെയ്യാനുള്ള ബാധ്യതയും സ്വാഭാവികമായിട്ടും ആ പാർട്ടിയിൽ വന്നു തരും. അതാണ് സംഭവിക്കുന്നു തോന്നുന്നുണ്ടോ? അതോ CPM നേതൃതലത്തിൽ തന്നെ ഇപ്പോഴും ആസൂത്രിതമായി അതൊക്കെ ചെയ്യുന്നതാണോ നിങ്ങൾ ആരോപിക്കുന്നത്? നിഷാദ്, ഇതിൽ ഞാൻ അതിൽ രണ്ട് പക്ഷവും വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അതിൽ കുറെ കൂടി നമുക്ക് വിശ്വസനീയമായിട്ട് തോന്നുന്നത് CPMന്റെ നേതാക്കന്മാർ കൂടി അറിവോടുകൂടിയാണ് നടക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം പാനൂർ നടന്ന ബോംബ് നിർമ്മാണത്തിനിടയിൽ അത് പൊട്ടി ചെറുപ്പക്കാർ മരിക്കുന്നു, വേറെ കുറെ പേര് ആശുപത്രിയിലാകുന്നു, പോലീസ് കുറച്ചുപേരെ അറസ്റ്റ് ചെയ്യുന്നു, ഇതൊക്കെ നടക്കുന്നു. CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്ന അതിലൊരു പ്രതി അദ്ദേഹം ജീവൻ രക്ഷാ പ്രവർത്തനമാണ് നടത്തിയത്. നാട്ടിൽ ആരുമില്ലാത്ത സ്ഥലത്ത് നാട്ടുകാരെല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന വെളുപ്പാങ്കാലത്ത് ബോംബ് പൊട്ടിയോടത്ത് കൃത്യമായിട്ട് മിനിറ്റുകൾക്കകം എത്തി ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തി ആ ആളെ പോലീസ് പ്രതി ചേർത്തു എന്ന് പറയാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു. ഏത് പോലീസാണ്? മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഭരിക്കുമ്പോൾ അതിന് കീഴിൽ ചൊൽപ്പടിക്ക് നിൽക്കുന്ന എന്ന് ഇവർ പറയുന്ന, ഇവരുടെ നയങ്ങൾ നടപ്പാക്കുന്നു എന്ന് പറയുന്ന പോലീസ് ഇവരുടെ ഒരു ചെറുപ്പക്കാരനെ ജീവൻ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ പ്രതിയേർക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ വിശ്വസിക്കേണ്ടത്? ഇനി രണ്ടാമത്തത്, അതിനുശേഷം അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരൊക്കെ അവിടെ പോകുന്നു, സന്ദർശിക്കുന്നു, കാര്യങ്ങളിൽ ഇടപെടുന്നു. അപ്പോൾ ഇവർ പറയുന്നു അത് പൊതുപ്രവർത്തകർ എന്നുള്ള രീതിയിൽ ഇടപെടുന്നതാണ്. ഇത് തന്നെയാണ് 2015 അതിനുശേഷവും അതിനു മുമ്പൊക്കെ നടക്കുന്നത്. അന്ന് CPMന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന P ജയരാജനാണ് പ്രതികൾക്ക് വേണ്ടിയിട്ട് രംഗത്ത് വരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഇവർ ഒഴിയുന്നു എന്ന് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം കൃത്യമായിട്ട് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ പോലും അതിലേക്ക് ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനം ഇലക്ഷൻ പ്രവർത്തനമായിരിക്കുമ്പോൾ പാർട്ടിയുടെ പ്രാദേശിക പ്രവർത്തകർ ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെടുന്നു. അതിന്റെ വാർത്തകൾ പുറത്തു വരുമ്പോൾ പോലും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഈ ബോംബ് നിർമ്മാണത്തിൽ പങ്കാളികളായവരെ എൻഡോഴ്സ് ചെയ്ത് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവർ കൃത്യമായിട്ട് പിന്തുണ കൊടുത്ത് പാലൂട്ടി വളർത്തുന്ന ആളുകൾ തന്നെയാണ് ഈ ബോംബ് നിർമ്മാണ ഫാക്ടറിയിലെ ശാസ്ത്രജ്ഞന്മാർ എന്ന് തന്നെയാണ്. ഇനി ഇവിടെ LDFന്റെ പ്രതിനിധി പറഞ്ഞ ഒരു കാര്യമുണ്ട്. കോൺഗ്രസ് ഭരിച്ച കാലത്തും ബോംബ് നിർമ്മാണം, ബോംബ് പൊട്ടലും ഒക്കെ കണ്ണൂർ നടന്നിട്ടുണ്ട്. അതിൽ പല കേസിലെയും പ്രതികളെ കിട്ടിയിട്ടില്ല എന്ന്. അതിന് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത്തരം കേസുകളിലെ പ്രതികളെ കിട്ടാതിരിക്കുന്നതും കിട്ടിയ പ്രതികൾ യഥാർത്ഥ പ്രതികളാണോ എന്നുള്ളതൊക്കെ കേരളത്തിൽ വലിയ ഡിബേറ്റബിൾ ഇഷ്യൂ ആണ്. ഈ CPM കൊടുക്കുന്ന പ്രതികളൊക്കെ എങ്ങനത്തെ ആളുകളാണെന്നൊക്കെ നമുക്കറിയാലോ. TP ചന്ദ്രശേഖരനെ മാഷയുള്ള സ്റ്റിക്കർ ഒട്ടിച്ച് കൊല്ലാൻ പോയിട്ട് കൊല്ലാൻ പോയി അത് കൊലപാതകം നടന്ന് പാർട്ടി സെക്രട്ടറിയും പാർട്ടി പത്രവും പാർട്ടി ചാനലും പിന്നെ ദിവസങ്ങളോളം അച്ചു നിർത്തുകയും വിളിച്ചു പറയുകയൊക്കെ ചെയ്തത് എന്താ? അത് തീവ്രവാദ സംഘടനകളാണ്, മറ്റു പലരുമാണെന്നൊക്കെയാ. അവസാനം പ്രതികളെ പിടിച്ചപ്പോൾ CPMന് വേണ്ടിയിട്ട് ആ കാര്യത്തിലുള്ള CPMനെ പ്രതിസ്ഥാനത്താക്കുന്ന കുറേയധികം ഘടകങ്ങളുണ്ടെന്നാണ്. ഞാൻ സമയം കഴിഞ്ഞോണേ. അല്ല, ശ്രീ ബലദേവ്, ഈ കണ്ണൂര് ഒരു ബോംബുകൾ പൊട്ടാത്ത സമാധാന ഭൂമികയാക്കും എന്നൊരു വാഗ്ദാനം കേരളത്തിന് കൊടുക്കാൻ, ഒരു ഉറപ്പ് കൊടുക്കാൻ കഴിയാത്ത ഒരു സർക്കാരാണ് ഈ സർക്കാർ എന്നല്ലേ നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ പറയാൻ കഴിയുന്ന കാര്യം? അല്ലല്ല, തീർച്ചയായിട്ടും അതല്ല. തീർച്ചയായിട്ടും CPM ഇപ്പോൾ കേരളം മൊത്തത്തിൽ ഈ സംഘർഷം നമുക്കറിയാം. കണ്ണൂർ മാത്രമല്ല, തെക്ക് കേരളത്തിലും തിരുവനന്തപുരത്തും കൊല്ലത്തും ഒക്കെ ഞാൻ പഠിച്ചിരുന്ന സമയത്താണ് കൊല്ലം ശ്രീനാരായണ കോളേജിൽ ശ്രീമാർ കൊല്ലപ്പെടുന്നത്. അപ്പോൾ സംഘർഷം കണ്ണൂരിൽ മാത്രമല്ല കേരളത്തിൽ മൊത്തത്തിലുണ്ടായിരുന്നു. CPM അതിനകത്ത് സംഘർഷത്തിൽ നിന്ന് ഒരുപാട് പിന്നോട്ട് പോയിട്ടുണ്ട്. പഴയ രീതിയിലുള്ള സംഘടനകളൊന്നും ഉണ്ടാകുന്നില്ല. എൻ്റെ ജില്ലയായ കൊല്ലം ജില്ലയിൽ തന്നെ നിരവധി സംഘർഷങ്ങൾ ഇവിടെ CPMും കോൺഗ്രസ് തമ്മിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സംഘർഷത്തൊക്കെ ഒരുപാട് പിന്നോക്കം പോയിട്ടുണ്ട്. CPM ഇപ്പോൾ പരിപൂർണമായി മാറിയെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിൽ പോലും ഒരു പരിധിവരെ അക്രമ രാഷ്ട്രീയം ഉപേക്ഷിച്ചുകൊണ്ട് പരമാവധി സംയമനത്തിൻ്റെ രാഷ്ട്രീയ പാതയിലൂടെയാണ് പോകുന്നത്. പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടാകും. ആ സംഭവങ്ങളെ നമ്മൾ തള്ളിക്കളയുന്നില്ല. പക്ഷേ ഈ സംഭവങ്ങളെല്ലാം CPM സ്പോൺസേഡ് പ്രോഗ്രാമാണ് എന്നുള്ള നിങ്ങളുടെ കണ്ടുപിടുത്തം. ആരാണ് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ പോലീസിന് ശരിയാവണ്ണം കഴിയട്ടെ. അപ്പം നിരന്തരമായി ബോംബ് പൊട്ടുന്ന ഒരു മേഖലയാക്കി ഈ മലബാറിലെ ജില്ലകളെ മാറ്റിയതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണെന്ന് കണ്ടെത്താനും അത് അവസാനിപ്പിക്കാനും ഒരു ഭരണകൂടത്തിന് സവിശേഷ ഉത്തരവാദിത്വമുണ്ട് എന്നുകൂടി നമ്മൾ പറയണമല്ലോ. താങ്ക് യു ശ്രീ ബലദേവ്, ജിൻഡോ, ഒപ്പം ശ്രീ സുഭാഷ് ബാബു ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.